பாஸ்டர் ரோய் மேத்யூ அவர்கள் நம்மோடு இருக்கிறார். இந்த நாளில் அவரை நான் அழைத்தேன். காரணம், இந்த காலங்கள் நமக்கு பிள்ளைகளுக்கு அந்த என்ன പിള്ളേരുടെ അവധിക്കാലമാണ്. പ്രൈസ് ലോർഡ്. കുഞ്ഞുങ്ങൾ നിങ്ങളെപ്പോഴും ഓർക്കണം, ഇங்கே எப்பவும் நினைக்கணும், நான் எப்போ உங்கள் பிள்ளைகள் 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 என்று சொல்கிறேன். ஏன் சொல்கிறேன்னா, சபைக்கு மட்டும்தான் இந்தியாவின் ஆசீர்வதிக்கப்பட்ட வாலிபர்களை கொடுக்க முடியும். ആശീർവദിക്കപ്പെട്ട ആമേൻ എന്തോ അനുഗ്രഹിക്കപ്പെട്ട പൗരന്മാരെ കൊടുക്കാൻ കഴിയുന്ന ദൈവസഭയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാ രാഷ്ട്രീയക്കാരും കുറേ തല്ലിപ്പൊളികളെയും തീവ്രവാദികളെയും ലോകത്തിന് പ്രദാനം ചെയ്യും. പക്ഷെ ദൈവസഭ തേജസ്സിൻ്റെ പുത്രന്മാരെ ലോകത്തിന് നൽകും, വിശ്വസ്തരെ ലോകത്തിന് നൽകും, അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകത്തിന് നൽകും. ഹല്ലേലൂയ. മാതാപിതാക്കളെല്ലാം അതിനെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ നിലയിൽ നിങ്ങൾ ആമേൻ നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സഭ. ഹല്ലേലൂയ. ഒരു വെള്ളിയാഴ്ച അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളും, നമ്മളൊക്കെ മാക്സിമം ഞായറാഴ്ച ഭക്തരാണല്ലോ, അതുകൊണ്ട് ഞായറാഴ്ചയിൽ ഒരു ദിവസം വന്ന് ആമേൻ ദൈവവചന വ്യവസ്ഥയിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉരുവാക്കപ്പെടുവാൻ ദൈവം തന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന താലന്തുകളെ ഇവിടെയും പ്രയോജനപ്പെടുത്തത്തക്ക നിലയിൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. സന്തോഷത്തോടെ അവർ കുടുംബമായി വന്നു. ആമേൻ. പ്രത്യേകിച്ച് നമുക്ക് അല്പസമയമേ ഉള്ളുവെങ്കിലും ഉള്ള സമയം വചനം ധ്യാനിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ. ആമേൻ. ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ സേവ ചെയ്യുന്നു. മാത്രമല്ല ദൈവം തന്ന താലന്തുകളെ ലോകം മുഴുവനും ആമേൻ ഉപയോഗിച്ച് ദൈവനാമത്തെ ഉയർത്തുന്നു. അദ്ദേഹം നമ്മോടിരിക്കുന്നതിൽ സന്തോഷം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ ദൈവവൻ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. കരങ്ങളെ തട്ടി സ്വാഗതം ചെയ്യാം. കർത്താവിന് മഹത്വം. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉയർപ്പിൻ്റെ പകലിൽ ദൈവസഭയോടുകൂടി ഒരുമിച്ചായിരിക്കാൻ, നിങ്ങളുടെ കൂടെ ആരാധനയിൽ പങ്കെടുപ്പാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് ഇങ്ങനെ തന്ന നല്ല സമയത്തിന് എല്ലാ മഹത്വവും എല്ലാ ബഹുമാനവും എൻ്റെ കർത്താവിനെ ഞാൻ അർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വിശേഷാൽ ആദരണീയരായ കർത്താവിൻ്റെ ദാസൻ പ്രിയ എൻ പീറ്റർ പാസ്റ്റർക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. പ്രിയ കുടുംബത്തിനായി സ്തോത്രം. പ്രിയ ആൻറ്റിക്കായി സ്തോത്രം. കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹീതരായ ലീഡേഴ്സിനായി സ്തോത്രം. പ്രിയ അനിൽ പാസ്റ്റർക്കായി സ്തോത്രം. എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെ, ലീഡേഴ്സിനെ, നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുക. നമ്മുടെ മുമ്പിലുള്ള സമയം വേഗത്തിൽ നമ്മൾ കർത്താവിൻ്റെ വചനത്തിനകത്തേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്ക്. നമുക്ക് സമയം ഒട്ടും കളയാതെ, നമ്മുടെ മുമ്പിലുള്ള സമയം ഒരു മിനിറ്റ് പോലും കളയാതെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അനേക കാര്യങ്ങൾ ഇന്നത്തെ കുടുംബങ്ങൾക്ക് വേണ്ടിയത്, സഭയ്ക്ക് വേണ്ടിയത്, തലമുറകൾക്ക് വേണ്ടിയത്, മാതാപിതാക്കൾ എങ്ങനെ ആയിരിക്കണം എന്ന് തൊട്ട് തുടങ്ങിയുള്ള നമ്മൾ ദൈവവചന പ്രകാരം എങ്ങനെയാണ് വളരേണ്ടത്, വളർത്തേണ്ടത് എന്ന് തൊട്ട് തുടങ്ങിയുള്ള അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമുക്കതിനാധാരമായി കർത്താവിൻ്റെ വചനത്തിൽ ഒരു വാക്യം വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്നു കിടന്നു. മതി. ശമൂവേൽ
ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. നിങ്ങൾക്ക് ഈ ഭാഗം എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിശ്വസിക്കുക. എല്ലാ ദൈവമക്കളും എന്നെ ശ്രദ്ധിച്ചാട്ടെ. നമുക്ക് വളരെ വേഗത്തിൽ സ്പീഡിന് പോയെങ്കിലേ നമുക്ക് ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ശമൂവേൽ, തൻ്റെ അമ്മയുടെ പേര് ഹന്ന എന്നായിരുന്നു. ഹന്നായിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒത്തിരി നാൾ ദൈവസന്നിധിയിൽ കരഞ്ഞുന്ന സമയത്തെല്ലാം തൻ്റെ രണ്ടു വശത്തും ഓരോ പ്രതിയോഗിയും ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, രണ്ടു വശത്തും എത്ര പ്രതിയോഗി ഉണ്ടായിരുന്നു? ഓരോ പ്രതിയോഗിയും ഉണ്ടായിരുന്നു. ഇടത്തും ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു, വലത്തും ഒരു പ്രതിയോഗി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ രണ്ടും ഇടത്തും വലത്തും കുത്തുമ്പോൾ അവൾ നോക്കിയത് വേറെങ്ങുമല്ല, മുകളിലോട്ട് നോക്കി. നിങ്ങളുടെ ജീവിതത്തിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു സൈഡിൽ മാത്രം ആ കുത്തൽ വന്നതെങ്കിൽ നമ്മൾ മറ്റേ സൈഡിലോട്ട് ചായാൻ സാധ്യതയുണ്ട്. മറ്റ് സൈഡില്ല കുത്തൽ വന്നതെങ്കിൽ ഇങ്ങേ സൈഡിലോട്ട് ചായാൻ നമുക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഈ ഹന്നായിക്ക് രണ്ട് സൈഡിൽ നിന്ന് കുത്തൽ വന്നപ്പോൾ അവൾ ഓടിച്ചെന്നത് യഹോവയുടെ ആലയത്തിലാണ്. അവൾ നോക്കിയത് ഉയരത്തിലെ ദൈവത്തെ നോക്കി. ഇന്ന് പകൽ ആദ്യത്തെ മിനിറ്റുകളിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഇടവും വലവും പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഉയരത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയാണ്. അവിടെ നോക്കിയാൽ, അവരിലേക്ക് നോക്കിയവർ, കർത്താവിൻ്റെ വചനം എങ്ങനെ എൻ്റെ കൂടെ ഒന്ന് ഉരുവിട്ടെ, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. ഹന്ന ദൈവത്തെ നോക്കി. അങ്ങനെ ഏലി പുരോഹിതൻ ഒരിക്കൽ വിചാരിച്ചു, ഈ ഹന്ന ചുണ്ടു മാത്രം അനങ്ങുന്നുണ്ട്, പക്ഷേ ശബ്ദമൊന്നും വെളിയെ വരുന്നില്ല. അങ്ങനെ ഓർത്ത് ഒരിക്കൽ എലി പുരോഹിതൻ ഓർത്ത് ഇവൾ വീഞ്ഞു കുടിച്ചതാ. പക്ഷേ ഈ മകള് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തോട് ഞാൻ എൻ്റെ ഹൃദയം പകരുക, പക്ഷേ എൻ്റെ വീഞ്ഞു കുടിച്ചതൊന്നുമല്ല, എൻ്റെ ദൈവത്തോട് ഹൃദയം പകർന്നതാ. ആ പുരോഹിതനൊരു വാക്ക് പറഞ്ഞു, കുഞ്ഞെ, നീ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് അടുത്ത വർഷം വരുന്ന ആണ്ടിൽ ദൈവം നിനക്ക് നൽകട്ടെ. അവിടെയൊക്കെ അനേക വാക്കുകൾ കിടപ്പുണ്ട്. ദൈവമാക്കിയ അഭിഷക്തൻ പറയാതെ ചില നന്മകൾ റിലീസാകത്തില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ദൈവമാക്കിയ ചില അഭിഷക്തന്മാർ ചിലത് റിലീസാക്കാതെ, പറയാതെ ചില നന്മകൾ നമ്മുടെ മീതിൽ റിലീസാക്കത്തില്ല. ഈ ഏലി പുരോഹിതൻ പറഞ്ഞു, അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞിനെ നൽകട്ടെ. ഈ കുഞ്ഞിനെ കിട്ടി. നല്ല നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞ ആറ്റു നോറ്റ് കിട്ടിയ ഒരു കുഞ്ഞാ. ഈ കുഞ്ഞിനെ കിട്ടുന്നതിന് മുമ്പേ ഈ ഹന്ന ഒരു തീരുമാനമെടുത്തു, കർത്താവേ, ഈ കുഞ്ഞിനെ എനിക്ക് അങ്ങ് തന്നാൽ ഞാൻ ഈ കുഞ്ഞിനെ അങ്ങയ്ക്ക് തന്നെ അവനെ നിവേദിച്ചേക്കാം, അങ്ങയ്ക്ക് തന്നെ വൃതനായിട്ട് ഞാൻ കൊടുത്തേക്കാം. കുഞ്ഞിൻ്റെ പാലുകൂടി മാറിയപ്പോൾ, എന്ന് വെച്ചാൽ കൂടിപ്പോയ 3-4 വയസ്സ്. എൻ്റെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. എത്ര വയസ്സുണ്ട് ഒന്ന് പറയാമോ ദൈവമക്കൾ? 3-4 വയസ്സ്. എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞും കൂടെ വരാമെങ്കിൽ വളരെ സന്തോഷമാണ്. ഞാൻ ഒരു ടീച്ചറും കൂടെ കൂടി, അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രഹിക്കണമെന്ന് നിങ്ങളെക്കാട്ടിലും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുക. കാരണം ഞാൻ പറയുന്ന സാധനം എന്തൊക്കെയോ പറഞ്ഞ് തലയുടെ മേളിൽ കൂടെ പോകാതെ എല്ലാ മാതാപിതാക്കളും ആഴത്തിൽ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞു വാ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ജീവൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ കിടക്കട്ടെ. എത്ര വയസ്സ് വരെ ആയിരിക്കും ഹന്ന വളർത്തിയത് ഒന്ന് പറയാമോ? എത്ര? 3-4 വയസ്സ് വരെ ഹന്ന വളർത്തി. ഹന്ന ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊടുത്തു. നിങ്ങൾക്ക് ഇത്രയും ചരിത്രം മനസ്സിലായി. ഇനി ഞാൻ അതിനകത്ത് കിടക്കുന്ന ചില മിസ്റ്ററീസ് പറയാൻ പോവാം. മിസ്റ്ററീസ്. ഈ കുഞ്ഞിനെ യഹൂദന്മാരുടെ കൾച്ചറിനകത്ത് ഒരു കുഞ്ഞിനെ വളർത്താൻ, അല്ലെ ഒരു കുഞ്ഞിന് വേണ്ടി 4 സെറിമണികൾ ബൈബിൾ കൽപ്പിച്ചിട്ടുണ്ട്. എത്ര സെറിമണിയുണ്ട്? ഇങ്ങനെ കൂടെ ഒന്ന് കാണിക്കൂടെ ചെയ്തേ. എത്ര സെറിമണിയുണ്ട്? മറക്കാതിരിക്കാൻ വേണ്ടി 4 സെറിമണി. ഒന്നാമത്തെ സെറിമണി ആ PPT ഒന്ന് കാണിക്കാമോ? ഒന്നാമത്തെ സെറിമണി നടക്കുന്നത് 8-ാം നാളിലാണ്. എത്രാമത്തെ ദിവസമാ? പെട്ടെന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. 8-ാം നാളിൽ ആ സെറിമണിക്ക് ഇത് ബൈബിളിൻ്റെ സെറിമണിയാണ്. ആ സെറിമണിക്ക് വിളിക്കുന്ന പേര്, എബ്രായ പേര് ബർത്ത് മില എന്ന. ബർത്ത് മില എന്ന് വെച്ചാൽ സർക്കംസൈസേഷൻ, പരിച്ഛേദന എന്ന് പറയും. 8-ാം നാളിലാണ് എന്ത് നടക്കേണ്ടത്? പരിച്ഛേദന. അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ദൈവം കൊടുത്ത നിയമമാണ്. നിന്റെ വീട്ടിൽ ജനിക്കുന്ന പുരുഷപ്രജയൊക്കെയും അവനെ ഞാൻ അനുഗ്രഹിക്കണമെങ്കിൽ എന്തു വേണം? അവൻ പരിച്ഛേദന ഉള്ളവനായിരിക്കണം. എല്ലാ മാതാപിതാക്കളും കേട്ടോണം കേട്ടോ. നിന്റെ അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിക്കുന്ന സകല സന്തതികൾക്കും എന്തു വേണം? പറഞ്ഞ മക്കളെ, പറഞ്ഞ ദൈവമക്കളെ,
പരിച്ഛേദന വേണം. പരിച്ഛേദന ഇല്ലെങ്കിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആ കുടുംബത്തിലേക്ക് ഫ്ലോ ആകത്തില്ല, ഒഴുകത്തില്ല. സകല പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏറ്റിരിക്കണം. ഒന്നാമത്തെ സെറിമണി 8ാമത്തെ ദിവസം, അത് ശമൂവേൽ ബാലൻ ചെയ്തു. 8ാം നാളിലെ പരിച്ഛേദന ചെയ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ചെയ്തു. ലൂക്കോസ് 2 ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 8ാം നാളിൽ പരിച്ഛേദന ചെയ്യണം. ഇനി 2ാമത്തെ സെറിമണി നടക്കുന്നത് 31ാമത്തെ ദിവസമാണ്. എത്രാമത്തെ ദിവസമാണ്? അയ്യോ, എൻ്റെ ദൈവമക്കൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വന്നേ. എത്രാമത്തെ ദിവസമാണ് സെറിമണി നടക്കേണ്ടത്? 31ാമത്തെ ദിവസം. ആ സെറിമണിക്ക് വിളിക്കുന്ന പേരാണ് പിഡിയോം ഹാബൻ എന്ന എബ്രായ വേർഡ്. ആ വേർഡിൻ്റെ മലയാളം അർത്ഥം ഇങ്ങനെ: ആ വീട്ടിൽ ജനിച്ച് ഒരു കുഞ്ഞിനെ കിട്ടി. ഇന്ന് ഇവിടെ ഒരു കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്തു. ആ കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞ് അവരുടെ അല്ല. കർത്താവിൻ്റെ ദാസൻ പറയുന്നത് ഞാൻ കേട്ടു. ആ കുഞ്ഞ് അവരുടെ അല്ല. ബൈബിൾ പഠിപ്പിക്കുക, 31ാമത്തെ ദിവസം ആ വീട്ടിൽ ജനിച്ച കുഞ്ഞിൻ്റെ ബയോളജിക്കൽ ഫാദർ ആലയത്തിൽ വന്ന് പുരോഹിതന് 5 ഷേക്കൽ വെള്ളി കൊടുത്ത് ആ കൊച്ചിനെ വിലക്ക് മേടിക്കണം. മോനെ അടുത്ത സ്ലൈഡ് കാണിച്ച്, അടുത്ത സ്ലൈഡ് 2-3 സ്ലൈഡ് മുൻപോട്ട് പോട്ടെ. അടുത്ത സ്ലൈഡ് കാണും, അടുത്ത സ്ലൈഡ്. നെക്സ്റ്റ്. അവിടെ പുറകിൽ അവിടെ നിർത്തിക്കോ. ബൈബിളിന്റെ സെറിമണികൾ നിങ്ങൾക്ക് അവിടെ കാണാം. 2ാമത്തെ സെറിമണി നടക്കുന്നത് എത്രാമത്തെ ദിവസമാ? അയ്യോ, എൻ്റെ കൂടെ പെട്ടെന്ന് പറഞ്ഞേ. 31ാമത്തെ ദിവസം. 31ാമത്തെ ദിവസം. അന്ന് ആ വീട്ടിൽ ആ കുഞ്ഞു ജനിച്ച കുഞ്ഞിൻ്റെ പിതാവ് വന്ന് എത്ര ഷേക്കൽ വെള്ളി കൊടുക്കണം? 5 ഷേക്കൽ വെള്ളി കൊടുക്കണം. സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളി പുരോഹിതന് കൊടുത്ത് കൊച്ചിനെ വിലക്ക് മേടിക്കണം. അയ്യോ, എന്തോ ഈ പാസ്റ്റർ പറയുന്നേ? കൊച്ചിനെ വിലക്ക് മേടിക്കണമെന്നോ? കൊച്ച് കടയിൽ കിട്ടുന്ന സാധനമാണോ? വിലക്ക് കിട്ടുന്ന സാധനമാണോ? അല്ല. പക്ഷേ നിങ്ങൾ കേട്ടോ, 5 ഷേക്കൽ വെള്ളി. 5 എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്നു അത് ഗ്രേസിനെ ചിത്രീകരിക്കുന്ന, കൃപയെ. 5 എന്ന് പറഞ്ഞാൽ കൃപയെ ചിത്രീകരിക്കുന്നു. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. 5 ഷേക്കൽ വെള്ളി കൊടുത്ത് അപ്പൻ വന്നിട്ട് കുഞ്ഞിനെ വിലക്ക് മേടിക്കണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ അല്ലയോ കുഞ്ഞ്? അല്ല. ആരുടെ കുഞ്ഞാന്ന് ഞാൻ പറയാം. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ എന്നെ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. കല്യാണം കഴിക്കാത്ത പിള്ളേരും കേട്ടോ, എല്ലാവരും കേട്ടോ. ഈ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞിനെ കിട്ടി. 31ാമത്തെ ദിവസം പുരോഹിതന് വില കൊടുത്ത് കൊച്ചിനെ മേടിക്കണം. അത് കാണിക്കുന്ന എന്തോന്നറിയാമോ? വിവാഹത്തിൽ കൂടെ, ഞാനും എൻ്റെ വൈഫും കൂടെ വിവാഹത്തിൽ കൂടെ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെങ്കിൽ ആ കുഞ്ഞിന് ഞങ്ങളിൽ നിന്ന് കിട്ടിയേക്കുന്നത് ശരീരം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും വിവാഹത്തിൽ കൂടെ നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് കിട്ടിയേക്കുന്ന എന്തുവാ? ഒരു ശരീരം കിട്ടി നിങ്ങളിൽ നിന്ന്. പക്ഷെ ഈ കുഞ്ഞിൻ്റെ അകത്ത് ഒരു പെർഫെക്റ്റ് യുണീക്ക് ഒരു സ്പിരിറ്റ് വന്നു. ആ സ്പിരിറ്റ് എവിടുന്നാ വന്നേ? ഒരാത്മാവ് വന്നു. അത് എവിടുന്ന് വന്നെന്നറിയാമോ? ഉയരത്തിൽ നിന്ന്, സകല ആത്മാക്കളുടെയും യജമാനനും പിതാവുമായ ദൈവത്തിൽ നിന്ന് വന്നു. നിങ്ങളിൽ നിന്ന് കിട്ടിയേക്കുന്ന എന്തുവാ? ശരീരം. പക്ഷെ ആ കുഞ്ഞിൻ്റെ അകത്ത് ഒരു പെർഫെക്റ്റ് സ്പിരിറ്റ് വന്നു. നിങ്ങളിൽ നിന്ന് കിട്ടിയ ശരീരം 70, 80, 100 വയസ്സ് കഴിയുമ്പം ആ കുഞ്ഞിവിടെ ഇടണം. അന്ന് നിങ്ങൾ കാണത്തില്ല, നിങ്ങൾ ഇവിടെ ഇടണം. പക്ഷെ ഈ കുഞ്ഞിൻ്റെ അകത്ത് വന്ന സ്പിരിറ്റ് ഒരിക്കലും കെട്ടുപോകുന്നതല്ല. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുക, ഈ കുഞ്ഞ് നിന്റെ കുഞ്ഞല്ല, ദൈവത്തിൻ്റെ കുഞ്ഞ നിന്റെ കയ്യിൽ വീട്ടിൽ വളർത്താൻ തന്നേക്കുക. അപ്പം നിങ്ങൾ പറ, നിങ്ങളുടെ കൈകളിൽ കിട്ടിയ കുഞ്ഞുങ്ങൾ ആരുടെ കുഞ്ഞുങ്ങളാ? അയ്യോ, എന്നെ മനസ്സിലാകുന്ന ദൈവമക്കൾ ഒന്ന് പറഞ്ഞേ. ദൈവമക്കളെ, നിങ്ങളുടെ കരങ്ങളിൽ കിട്ടിയ കുഞ്ഞുങ്ങൾ ആരുടെ കുഞ്ഞുങ്ങളാ? ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ. എന്തിനാ ദൈവം നിങ്ങളുടെ കൈ തന്നേന്ന് ഞാൻ പറയാം. ആ 31ാമത്തെ ദിവസം 5 ഷേക്കൽ വെള്ളി കൊടുത്തു വിലക്ക് മേടിക്കണം. വിലക്ക് മേടിക്കണം. നിങ്ങൾ അറിഞ്ഞോ, പുതിയ നിയമത്തിലും ഇതെല്ലാം സംഭവിച്ചു. 8ാം നാളിലെ പരിച്ഛേദനയെ കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ പരിച്ഛേദന ജഡത്തിലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലെ പരിച്ഛേദന ജഡത്തിലല്ല, ഹൃദയത്തിലുള്ള പരിച്ഛേദന, യഥാർത്ഥ പരിച്ഛേദന. ആ പരിച്ഛേദന കഴിഞ്ഞ ദൈവമക്കൾക്കായി സ്തോത്രം. അവർ അബ്രഹാമിന്റെ സന്തതികളാ. അയ്യോ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞേ. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളെങ്കിൽ
വാഗ്ദത്തപ്രകാരം അവകാശികളാ. എന്നെ കേൾക്കുന്ന അവകാശികൾ ഇവിടെ ഉണ്ടെങ്കിൽ, അകത്ത് ബോധ്യമുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിപ്പറ, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും അല്ലേ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന എൻ്റെ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പം 31-ാമത്തെ ദിവസം കുഞ്ഞിനെ വിലയ്ക്ക് മേടിക്കണം. അതുപോലെ പുതിയ നിയമത്തിലുണ്ട് ഇത്. പുതിയ നിയമപ്രകാരം നമ്മളെയും ഒരു അപ്പൻ വില കൊടുത്തു മേടിച്ചു. എവിടെ വെച്ചാ? കാൽവറിയുടെ കൊലക്കളത്തിൽ വെച്ച്. ആരാ വില കൊടുത്തേ? ഉയരത്തിലെ അപ്പൻ. എന്തോ വില കൊടുത്തേ? വില കൊടുത്തതിനെ കുറിച്ച് ബൈബിൾ ഇപ്രകാരം എഴുതിയിരിക്കുക: വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും, എൻ്റെ കൂടെ വാക്യം അറിയാവുന്നവരൊന്ന് ഉരുവിട്ട്, ജീവന്റെ വചനം ഉരുവിടുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. നിങ്ങളുടെ നാവുകളെ തന്നെ തുറന്നൊന്ന് ഉരുവിട്ട്, ആ വചനം അയച്ച പ്രവർത്തികളെ തികയ്ക്കാതെ മടങ്ങി വരത്തില്ല. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ. എന്ന് വെച്ചാൽ നിങ്ങളെയും ഒരപ്പൻ പർച്ചേസ് ചെയ്തു. നിങ്ങളെയും ഒരപ്പൻ വീണ്ടെടുത്തു, വിലയ്ക്ക് മേടിച്ചു. നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാ. അപ്പൊ രണ്ടാമത്തെ സെറിമണി ശമൂവേലിന് കഴിഞ്ഞതാ. 8-ാം നാളിലെ പരിച്ഛേദന കഴിഞ്ഞു ശമൂവേലിന്. യഹൂദ കുഞ്ഞുങ്ങളെല്ലാം ചെയ്തിരിക്കണം. 31-ാമത്തെ ദിവസം കുഞ്ഞിനെ വില കൊടുത്തു മേടിച്ചു. ഇനി 3-ാമത്തെ സെറിമണി നടക്കുന്നത് 13-ാമത്തെ വയസ്സിലാണ്. 13-ാമത്തെ വയസ്സിൽ. ആൺകുഞ്ഞാണെങ്കിൽ 13-ാമത്തെ വയസ്സിൽ, പെൺകുഞ്ഞാണെങ്കിൽ 12-ാമത്തെ വയസ്സിൽ. ആൺകുഞ്ഞുങ്ങൾക്ക് ആ സെറിമണിക്ക് വിളിക്കുന്ന പേരാണ് ബർ മിസ്വ. എബ്രായ പേരാണ് ബർ മിസ്വ. എന്തുവാ സെറിമണി? 13-ാമത്തെ വയസ്സെത്തുമ്പോൾ ന്യായപ്രമാണം മൊത്തം കാണാതെ പഠിച്ചിരിക്കണം. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകം ഏതൊക്കെ? 5 പുസ്തകം പെട്ടെന്ന് പറഞ്ഞേ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 5 പുസ്തകങ്ങൾ കംപ്ലീറ്റ്ലി കാണാതെ പഠിച്ച് റബിയുടെ മുമ്പിൽ, പുരോഹിതന്റെ മുമ്പിൽ പോയി പറഞ്ഞു കേൾപ്പിക്കണം. ആ സെറിമണിക്ക് വിളിക്കുന്ന പേരാണ് ബർ മിസ്വ. അന്ന് ആ കുഞ്ഞിന്റെ പിതൃത്വം ചേഞ്ച് ആവും. അന്ന് ആ കുഞ്ഞിന്റെ 13-ാമത്തെ വയസ്സിൽ ആ കൊച്ചിന്റെ പിതൃത്വം ചേഞ്ച് ആവും. എങ്ങനെ ചേഞ്ച് ആവുന്ന അറിയാം? 31-ാമത്തെ ദിവസം അപ്പൻ വില കൊടുത്തു മേടിച്ചു. 5 ഷേക്കൽ വെള്ളി കൊടുത്ത് അപ്പൻ വില കൊടുത്തു മേടിച്ചു. എന്നിട്ട് 13-ാമത്തെ വയസ്സിൽ ഈ അപ്പനും അമ്മയും കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ഒരു സെറിമണി നടക്കും. ഞാൻ അത് പറയാൻ ഇന്ന് സമയമെടുക്കുന്നില്ല, ശമൂവേലിലേക്ക് വരണം. ആ സെറിമണി കംപ്ലീറ്റ് ആയി കഴിയുമ്പം ആ അപ്പൻ കരങ്ങൾ ഉയർത്തി അവിടെ നിന്ന് ആലയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. എന്തോ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? കർത്താവേ, 31-ാമത്തെ ദിവസം വില കൊടുത്തു മേടിച്ച ഈ കുഞ്ഞിനെ എൻ്റെ ഡ്യൂട്ടി ചെയ്ത്, എൻ്റെ ഉത്തരവാദിത്തം ചെയ്ത് ഞാൻ അങ്ങയ്ക്ക് തന്നെ തിരികെ തരുന്നു. ഇന്നു തൊട്ട് അവൻ്റെ പിതാവും പിതൃത്വവും ആരാ? ഒന്ന് പറഞ്ഞേ. ദൈവം. നമ്മുടെ യേശു കർത്താവ് ഇത് ചെയ്തു. യേശു കർത്താവ് ഈ സെറിമണി കഴിഞ്ഞു. ആ സെറിമണിയുടെ സിസ്റ്റമാ ലൂക്കോസ് 2 പറയുന്നത്. സെറിമണി കഴിഞ്ഞിട്ട് യേശു കർത്താവിനെ വിളിക്കാൻ അമ്മ മറന്നുപോയി. അമ്മ പോയി. 3 ദിവസം കഴിയുമ്പോഴാണ് അമ്മ തിരിച്ചു വരുന്നേ. തിരിച്ചു വരുമ്പോൾ എന്തോ എടുക്കുക? യേശു കർത്താവ് റബിമാരോട് സംസാരിക്കുന്നത് കേൾക്കുക. സംസാരിക്കുന്ന കേൾക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്ക വന്ന് അമ്മ ചോദിക്കുക, സ്ത്രീയെ, മോനെ നീ എന്തോ ചെയ്തേ? നിന്റെ അമ്മയും അപ്പനും നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? ആ സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ മറുപടി എന്തോന്നറിയാമോ? സ്ത്രീയെ, നിനക്കറിയത്തില്ലേ ഇന്നു തൊട്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരിക്കേണ്ടതാണെന്ന്? എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പിതൃത്വം ചേഞ്ചായി. ആ സെറിമണി കഴിഞ്ഞാൽ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന സകല മാതാപിതാക്കളും കേട്ടോ, നിങ്ങളുടെ കൈകളിൽ കിട്ടിയ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞല്ല. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. നിങ്ങളുടെ വീട്ടിൽ തന്നത് വളർത്താൻ തന്നതാ. അപ്പം 8-ാമത്തെ ദിവസം, 31-ാമത്തെ ദിവസം, 3-ാമത്തെ, 13-ാമത്തെ വയസ്സിൽ പോട്ടെ, അവിടെയും ഞാൻ വരാം, അവിടോട്ട് വരാം. ഇനി 4-ാമത്തെ സെറിമണി നടക്കുന്നത് അപ്പൻ്റെ വാർദ്ധക്യത്തിലാണ്. അപ്പൻ്റെ വാർദ്ധക്യത്തിൽ. എന്തോ അപ്പൻ്റെ വാർദ്ധക്യത്തിൽ നടക്കുന്ന സെറിമണി, അതിന് വിളിക്കുന്ന പേര്
മിഷ്ടാത്ത് ഹാ ബെഖോറ ആ എബ്രായ വേർഡ് എന്ന് വെച്ചാൽ അവിടെ വെച്ചാണ് അപ്പൻ്റെ വാർദ്ധക്യത്തിലാണ് ആദ്യ ജാത പദവിയുടെ കൈമാറ്റം നടക്കുന്നത്. എന്തിൻ്റെ കൈമാറ്റമാ? ആദ്യ ജാത പദവിയുടെ കൈമാറ്റം. അപ്പൻ മക്കളെ എല്ലാവരെയും വിളിച്ചിട്ട് മക്കളുടെ തലമേൽ കൈവച്ച് അല്ലെങ്കിൽ മക്കളെ അനുഗ്രഹിക്കും. അപ്പൻ എങ്ങനാണോ അനുഗ്രഹിക്കുന്നത് അതുപോലെ ഇരിക്കും ആ മക്കളുടെ ഭാവി. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഈ സെറിമണിയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അവിടെ എഴുതിയേക്കുന്ന ഇപ്രകാരമാ: യാക്കോബിന്റെ മക്കളെ കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. എന്ന് വെച്ചാൽ ആ വേർഡിന്റെ അർത്ഥം ഭാവി കാലത്ത് ഭൂകമ്പം ഉണ്ടാകുമോ, ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാകുമോ, സുനാമി വരുമോ, അല്ലെങ്കിൽ കോവിഡ് വരുമോ എന്നൊന്നുമല്ല എഴുതിയേക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. അപ്പൻ നിങ്ങളെ കൈവച്ച് അനുഗ്രഹിക്കാം. അപ്പൻ എന്താണോ നിങ്ങളുടെ മേൽ അനുഗ്രഹം റിലീസാക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഭാവി എന്ന്. അപ്പൻ എന്തുവാണോ നിങ്ങളെ കൈവച്ച് അനുഗ്രഹിക്കുന്നത് അതുപോലായിരിക്കും നിങ്ങളുടെ ഭാവി. ബൈബിൾ അതുകൊണ്ടാ പറയുന്നത്, വളരെ ആഴത്തിൽ പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകാനും, അടുത്ത വാക്ക് എന്തുവാ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും നിന്റെ അപ്പനെയും, അയ്യോ എൻ്റെ കൂടെ അറിയാവുന്നവരൊന്ന് പറയാമോ, നിനക്ക് നന്മയുണ്ടാകാനും നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത് വാഗ്ദത്തത്തോട് കൂടിയ ആദ്യ കൽപ്പനയാ കേട്ടോ. അപ്പനെയും അമ്മയും അനുസരിക്കുക. ഞാൻ ബാംഗ്ലൂർ സിറ്റിയിൽ ഒത്തിരിയും കുഞ്ഞുങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് പിള്ളേരുടെ കൂടെ, ആയിരക്കണക്കിന്. ട്രിവാൻഡ്രത്തു നിന്നുള്ള ഒത്തിരിയും കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിൽ പഠിക്കാൻ വരും. ഒത്തിരി കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ, അനേക കോളേജുകളിൽ വർക്ക് ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. പല പിള്ളേരും ബാംഗ്ലൂരിൽ വരുന്നത് അടിച്ചു പൊളിക്കാൻ. പക്ഷേ ചില പിള്ളേർ ബാംഗ്ലൂരിൽ വന്നു, അവർക്ക് വിദ്യാഭ്യാസം കിട്ടി, അവർക്ക് ജോലി, നല്ല പൈസ കിട്ടി. പക്ഷെ പല രാജ്യങ്ങളിൽ പോയെങ്കിലും പലരുടെയും ജീവിതം വേണ്ട രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? അവർ ദൈവത്തെ വിട്ടോടിയത് കൊണ്ടാണ്. എന്തുകൊണ്ടാ? ദൈവത്തെ വിട്ടോടിയത് കൊണ്ട്. അവർ മാതാപിതാക്കൾ ഇന്ന് കണ്ണുനീര് വീഴ്ത്തുക. അവരെത്തേണ്ടിയ പോലെ എത്തിയിട്ടില്ല. ബാംഗ്ലൂർ സിറ്റിയിൽ വിട്ട് അന്നത്തെ കാലത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, പണം ചെലവാക്കി, ലക്ഷങ്ങൾ ചെലവാക്കി, നല്ല കോളേജിൽ വിട്ടു. അപ്പൊ നിങ്ങളോട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ഞാൻ വിളിച്ചു പറയുക, ഒരു കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടാൻ കാരണം അവന്റെ പണമല്ല, അവന്റെ സർട്ടിഫിക്കറ്റ് അല്ല, അവന്റെ താലന്ത് അല്ല, അവന്റെ കഴിവല്ല. ഉയരത്തിലെ ജീവന്റെ വചനം അവന്റെ അകത്ത് കയറേണ്ടിയതുപോലെ കയറേണ്ടിയ സമയത്ത് വചനം കയറിയാൽ അവൻ സമൂഹത്തിന്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അത്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറഞ്ഞ ദൈവമക്കളെ. 4 സെറിമണി ഉണ്ട്, 4 സെറിമണി. ഞാൻ ഇസ്രയേലിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിപ്പിക്കുന്ന ആളാണ്, പക്ഷെ സമയം എൻ്റെ മുമ്പിൽ ഓടിപ്പോവാ. ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രയേൽ. മോനെ മാപ്പ് ഒന്ന് കാണിച്ചേ പുറകിലോട്ട്. ഒരു കൊച്ചു രാജ്യമാ. വേൾഡ് മാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പുറകിലോട്ട് വന്നാട്ടെ. വേൾഡ് മാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പാടാ. ഇത്രയും വലിയ സ്ക്രീനിൽ കണ്ടുപിടിക്കാൻ പാടാ. കൊച്ചു രാജ്യമാ. ആ രാജ്യത്തിന്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് ഞാൻ പറയാം. വലിപ്പം കേരളത്തിൽ നിന്നോണ്ട്, ആദ്യം നമ്മൾ ഇന്ത്യയുടെ വലിപ്പം ഒന്ന് അറിയാം. കേരളത്തിൽ നിന്നോണ്ട് ബാംഗ്ലൂർ വരെ ഒരു ഫ്ലൈറ്റിന് പോകണമെങ്കിൽ 55 മിനിറ്റ് എടുക്കും. ഒന്ന് എഴുതി വെച്ചോ പെട്ടെന്ന്. 55 മിനിറ്റ് എടുക്കും കേരളത്തിൽ നിന്നോണ്ട് ബാംഗ്ലൂർ വരെ ഫ്ലൈറ്റിന് പോകണമെങ്കിൽ. കാർ ഓടിച്ചു പോകണമെങ്കിൽ ഒരു 14 മണിക്കൂർ എടുക്കും. 14 മണിക്കൂർ. ട്രെയിന് പോകണമെങ്കിൽ ഒരു 14 മണിക്കൂർ എടുക്കും. അപ്പം നമുക്ക് ഫ്ലൈറ്റിന്റെ കാര്യം നോക്കാം. കേരളത്തിൽ നിന്നോണ്ട് ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ എത്ര സമയം എടുക്കും? അയ്യോ ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ. 55 മിനിറ്റ്. ഡൽഹി വരെ പോകണമെങ്കിൽ 4 മണിക്കൂർ എടുക്കും ഫ്ലൈറ്റിന് പോകണമെങ്കിൽ. ഇനിയും കാശ്മീർ വരെ പോകണമെങ്കിൽ മിനിമം 5 മണിക്കൂർ എടുക്കും. ട്രിവാൻഡ്രത്തുനിന്ന്
കാശ്മീർ വരെ പോകണമെങ്കിൽ 5 മണിക്കൂർ ഏറ്റവും കുറവെടുക്കും. പക്ഷേ ഇനി അടുത്തത്, ഗുജറാത്തിൽ നിന്നുകൊണ്ട് അരുണാചൽ പ്രദേശ് വരെ പോകണമെങ്കിൽ മിനിമം 4 മണിക്കൂർ എടുക്കും ഫ്ലൈറ്റിന്. ഗുജറാത്തിൽ നിന്ന് അരുണാചൽ പ്രദേശ് വരെ പോകണമെങ്കിൽ 4 മണിക്കൂർ. കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാശ്മീർ വരെ പോകണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? ഒന്ന് പറഞ്ഞേ. 5 മണിക്കൂർ. അത്ര വലുതാ നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം അത്ര വലുതാ. ഇനി ഇസ്രയേലിന്റെ വലിപ്പം ഞാൻ പറയാം. ഇസ്രയേലിന്റെ ഒരു ബൗണ്ടറി ജോർഡാൻ റിവറാ, യോർദാൻ നദിയാ. അങ്ങേ സൈഡിൽ മെഡിറ്ററേനിയൻ സീയാ. ഇതാണ് ഇപ്പുറത്ത് എടുത്തു കാണിച്ചിട്ടുണ്ട്, ഇസ്രയേലിന്റെ മാപ്പ് എടുത്തു കാണിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ജോർഡാൻ റിവർ, അങ്ങേ സൈഡിൽ മെഡിറ്ററേനിയൻ സീ, ഏറ്റവും മുകളിൽ ലെബാനോൻ, താഴെ ഡെഡ് സീ, അല്ലെങ്കിൽ അവിടെയാണ് ഏറ്റവും ഒരു കടലുള്ളത്. ഇത്രയേ ഉള്ളൂ. ഒരു നീളമുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ ഇനി കേട്ടോ, ഇതിന്റെ മുകളിൽ കൂടെ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, ഒരു പ്ലെയിൻ പോകാൻ വെറും 3 മിനിറ്റ് മതി. എത്ര മിനിറ്റ് വേണം? ആ രാജ്യത്തിന്റെ മുകളിൽ കൂടെ ഒരു പ്ലെയിൻ പോകാൻ 3 മിനിറ്റ് മതി. യോർദാൻ റിവറിന്റെ അവിടെ ബൗണ്ടറി, അവിടുന്ന് കയറി മെഡിറ്ററേനിയൻ സീ കൂടെ പോകാൻ 3 മിനിറ്റ് മതി. ചില നീളമുണ്ട്, അത്രേ ഉള്ളൂ, 3 മിനിറ്റ്. ഇനി ഒരു ഫൈറ്റർ പ്ലെയിൻ പോകാൻ വെറും 1.5 മിനിറ്റ് മതി. 1.5 മിനിറ്റ് മതി ഒരു ഫൈറ്റർ പ്ലെയിൻ പോകാൻ. ഇനി അടുത്ത നിങ്ങൾ കേട്ടോ, ദൈവസഭയാണ് ചിലത് പഠിക്കേണ്ടിയെന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. ഞാനത് ഭയങ്കരമായിട്ട് എഗ്രി ചെയ്യുന്ന ആളാണ്. കാരണം ദൈവസഭയാണ് അടുത്ത തലമുറയെ, കൊള്ളാവുന്ന തേജസ്സുള്ള തലമുറയെ രാജ്യത്തിന് സംഭാവന ചെയ്യേണ്ടിയത്. ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പോൾ അടുത്തത്, ഒരു ഫൈറ്റർ പ്ലെയിൻ പോകാൻ എത്ര സമയം വേണം? 3 മിനിറ്റോ? 1.5 മിനിറ്റ്. ഇനി അടുത്തൊരു കണക്ക് കേട്ടോ, ഒരു കണക്ക് കേട്ടോ. ഇപ്പം എന്താണ്, ഇറാനുമായിട്ടൊക്കെ ഉള്ള യുദ്ധം നടക്കുകയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഇസ്രയേലിൻ്റെ ഒരു കണക്ക് കേട്ടോ. ഈ കൊച്ചു രാജ്യത്തിൻ്റെ ചുറ്റിനും കിടക്കുന്നത് 5 ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഈ കൊച്ചു രാജ്യത്തിൻ്റെ ചുറ്റിനും കിടക്കുന്നത് 5 ഇസ്ലാമിക രാജ്യം. അവരുടെ വലിപ്പം കേൾക്കണം എത്ര ഉണ്ടെന്ന്? ഇസ്രയേലിനെ കാട്ടിലും 650 ഇരട്ടി വലിപ്പമുള്ള 5 ഇസ്ലാമിക രാജ്യം. എത്ര ഇരട്ടി വലിപ്പോ? നിങ്ങളൊന്ന് പറയുകൂടെ ചെയ്തേ. 650 ഇരട്ടിയാണോ? 100 ഇരട്ടിയാണോ? 500 ഇരട്ടിയാണോ? 650 ഇരട്ടി. ഇനി ഈ 5 രാജ്യങ്ങളുടെ അകത്ത് വേൾഡ് ടെററിസത്തിന്റെ അകത്തുള്ള ഒത്തിരി ആൾക്കാർ ഈ രാജ്യങ്ങളിലുണ്ട്. എനിമിയുടെ രാജ്യങ്ങളിൽ ഹിസ്ബുള്ള, അന്യഭാഷയല്ല കേട്ടോ, ഹമാസ്, ഹൂത്തി, അല്ലേ? ഇങ്ങനെ ഒത്തിരി ശത്രുരാജ്യങ്ങൾ, എനിമി, ടെററിസ്റ്റ്, വേൾഡ് ടെററിസത്തിന്റെ കേന്ദ്രങ്ങളാണ് ഇവരൊക്കെ. ഇനി അടുത്ത ചോദ്യം, എന്തേ ഈ എനിമിയുടെ ഒരു പ്ലെയിൻ എടുത്തോണ്ട്, ഫൈറ്റർ പ്ലെയിൻ എടുത്തോണ്ട് ഈ രാജ്യത്തിന്റെ മുകളിലോട്ട് പോയി 1.5 മിനിറ്റ് മതിയല്ലോ, ഒന്ന് ബോംബ് ചെയ്തു, നേരെ മെഡിറ്ററേനിയൻ സീ കൂടെ എസ്കേപ്പ് ആകാൻ പറ്റുമല്ലോ. 1.5 മിനിറ്റ് കൊണ്ടൊരു ബോംബ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എന്താ നിങ്ങൾ ചെയ്യാത്തേ? എന്താ ചെയ്യാത്തേ? ചെയ്യാത്തതിന്റെ കാരണം ഒന്നാമത്തെ കാര്യം ആത്മീകമാ. ഇസ്രയേലേ, നിന്റെ പരിപാലകൻ, ഇസ്രയേലേ നിന്റെ പരിപാലകൻ. എൻ്റെ കൂടെ വചനം അറിയാവുന്ന ദൈവമക്കളൊന്ന് പറഞ്ഞേ, അതിന്ന് പകൽ തിരുവനന്തപുരത്ത് വചനം സംഭവിക്കട്ടെ, ചില വീടുകളിൽ സംഭവിക്കട്ടെ, ചില കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഇസ്രയേലേ, നിന്റെ പരിപാലകൻ മയങ്ങിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക്. എടാ, ദൈവമാ നട്ടതെങ്കിൽ നിന്നെ പീടാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ. നിന്റെ ശത്രു എത്ര ഇരട്ടിയുള്ളവനായാലും ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് മഹാരാജാവിന് നന്ദി പറ. നിങ്ങൾ ആരാധിക്കുന്നത് കാലഘട്ടം വരുമ്പോൾ വോട്ടിട്ടെടുക്കുന്ന ഒരു ദൈവത്തെ അല്ല, രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ മാറി വരുന്ന ഒരു ലീഡറിനെ അല്ല. അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അവൻ അൽപയും അവൻ ആദ്യനും. അങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഉറപ്പുള്ളവർ ആ കരങ്ങളെ തട്ടി, നല്ലവണ്ണം കരങ്ങളെ തട്ടി. എന്റെ ദൈവം 2026 മാറിപ്പോയിട്ടില്ല. അവിടുന്ന് എന്റെ ദൈവമാ. ഹല്ലേലൂയ കേട്ടോ. ഇസ്രായേൽ അതുപോലെ. എന്താ അവരുടെ ടെക്നോളജി?
അതിൻ്റെ എല്ലാം വീഡിയോസ് ഉണ്ട്. ടെക്നോളജി ഭയങ്കരം തോർന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ മൊത്തം അവരുടേതാ. ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് തോറായിൽ നിന്ന്, വചനത്തിൽ നിന്ന്. മടങ്ങി വരാം, ശമൂവേലിലേക്ക് മടങ്ങി വരാം. ഇനിയും ഒരു വീട്ടിൽ ഒരമ്മ എങ്ങനെ കുഞ്ഞിനെ വളർത്തുന്നതെന്ന് ഞാൻ പറയാൻ പോവാ. എന്നിട്ട് ശമൂവേലിലേക്ക് ഓടി വരാം. ഒരമ്മ എങ്ങനെ കുഞ്ഞിനെ വളർത്തുന്നതെന്ന്. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് ആദ്യത്തെ മണിക്കൂർ തൊട്ട് അമ്മ പാല് കൊടുക്കണം. ഈ കൊച്ചിനൊന്നും അറിയത്തില്ല. ABCD അറിയത്തില്ല, I അറിയത്തില്ല, അവരുടെ ആൽഫബറ്റ് ലെറ്റർ ആലഫും ബേത്തും ഗിമലും ഇതൊന്നും അവർക്ക് അറിയത്തില്ല. ഈ കൊച്ചിന് ഒരു സാധനം അറിയത്തില്ല. പാല് കുടിക്കുക, ഉറങ്ങുക, കണ്ണുപോലും ശരിക്കും തെളിയത്തില്ല. ചിരിച്ചു കാണിക്കണമെങ്കിൽ ഇനി മാസങ്ങളെടുക്കും. കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയ വീട്ടിലുള്ള അമ്മമാർക്ക് അറിയാം അല്ലേ? കൊച്ചു കുഞ്ഞിന് ജനിക്കുന്ന ഉടനെ ആദ്യത്തെ മണിക്കൂർ തൊട്ട് എന്ത് വേണം? എന്ത് പറഞ്ഞാട്ട് ബിരിയാണി വേണോ? പാല് വേണം, പാല് കൊടുക്കണം. ശ്രദ്ധിച്ചോ, യഹൂദന്റെ അമ്മ എന്തുവാ ചെയ്യുന്നത്? ബൈബിൾ എന്തോ പഠിപ്പിക്കുന്നത്? ആദ്യത്തെ മണിക്കൂർ തൊട്ട് അമ്മ പാല് കൊടുക്കുമ്പം അമ്മ 613 കൽപ്പനയുണ്ട് യഹോവയുടെ വചനത്തിൽ. എത്ര കൽപ്പനയുണ്ട്? ഒന്ന് പറഞ്ഞു തയ്യോ മക്കളെ. 613 കൽപ്പന ഉരുവിട്ടോണ്ട് വേണം അമ്മ കൊച്ചിന് പാല് കൊടുക്കാൻ. ഈ കൊച്ചിന് എന്തേലും അറിയാമോ? ഒന്നും അറിയത്തില്ല. കൊച്ചിന് ഇനി ABCD ഒക്കെ അറിയണമെങ്കിൽ മാസങ്ങൾ കഴിയും, അല്ലെങ്കിൽ 2 വർഷമെങ്കിലും എത്തും. എന്തിനാ ജനിക്കുന്ന ഉടനെ അമ്മ പാല് കൊടുക്കുമ്പോൾ എന്തിനാ പറയുന്നേ? യഹോവയുടെ വചനത്തിന്റെ പ്രമാണം എന്തിനാ പറയുന്നേ? ആദ്യത്തെ മണിക്കൂറിൽ പാല് കൊടുക്കുമ്പോൾ 613 കൽപ്പന പറഞ്ഞുകൊണ്ട് വേണം അമ്മ പാല് കൊടുക്കാൻ. എന്തിനാണെന്നറിയാമോ? ആ കുഞ്ഞിനോട്, അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാ. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിച്ചോ. കുഞ്ഞേ, പാല്, അമ്മയുടെ പാല് നിന്റെ ശരീരത്തിനാ, പക്ഷെ ജീവന്റെ വചനം നിന്റെ ആത്മാവിനാ. നിന്റെ ശരീരം മാത്രമല്ല വളരേണ്ടത്. ഓ ഗോഡ്, നിന്റെ ശരീരം മാത്രമല്ല വളരേണ്ടത്. നിന്റെ അകത്തുള്ള അന്തരാത്മാവും കൂടെ വളരണം. ഓരോ മണിക്കൂർ ദിവസം കഴിയുമ്പോൾ നിന്റെ ശരീരം മാത്രമല്ല അമ്മയുടെ പാല് കുടിച്ച് വളരേണ്ടത്, നിന്റെ ആത്മാവ് കൂടെ വളരണം. ആത്മാവിന്റെ ആഹാരമാണ് ജീവന്റെ വചനം. ഓ, നീ അങ്ങനെ വളർന്നാൽ നീ സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെട്ടവനാവും. ഓ, എന്നെ മനസ്സിലാകുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, നീ അങ്ങനെ വളർന്നാൽ എന്തായി തീരും? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നീ സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ശരീരം, ഒത്തിരി പേരുടെ ശരീരം വളർന്നു, പക്ഷെ അകത്തിന്റെ വളർച്ചയ്ക്കുള്ള ആഹാരമാണ് യേശു കർത്താവ് സാത്താന്റെ പരീക്ഷയെ നേരിടുമ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് ഞാൻ കൊണ്ടുവരാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനം കൊണ്ടും. ശത്രു 650 എണ്ണം ഇരട്ടി എഴുന്നേറ്റ് നിന്റെ നേരെ, ഒരുത്തന്റെ നേരെ വന്നാൽ, കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തി കൊണ്ട്, എനിമി നിന്റെ നേരെ വരുമ്പോൾ നിനക്കവനെ ജയിക്കണമെങ്കിൽ അകത്ത് വചനം കാണണം. വചനം കയറേണ്ടിയത് കുഞ്ഞിന്റെ ചെറുപ്രായത്തിലാണ്. പെട്ടെന്ന് വരാം. അപ്പം അമ്മ പാല് കൊടുക്കുമ്പോൾ എന്തോ പറയും? പെട്ടെന്ന് പറ. 613 കൽപ്പന പറയും. കൊച്ചിനൊന്നും അറിയത്തില്ല, പക്ഷെ കൊച്ചിനോട് പാല് കൊടുക്കുമ്പോൾ ജീവന്റെ വചനം പറയും. ഇനി അടുത്തത്, അല്പപ്രായമെത്തും, അമ്മ പാല് കൊടുക്കും. അമ്മ വളർത്തേണ്ടിയ ജോലി, അല്ലെങ്കിൽ അമ്മയുടെ ഉത്തരവാദിത്വത്തിനൊരു ഏജ് ഉണ്ട്. അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നില്ല, അമ്മയുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അമ്മയാണ് ഫസ്റ്റ് ടീച്ചർ. അത് അമ്മയുടെ ജോലി. 0 തൊട്ട് 5 വയസ്സ് വരെയാ അമ്മ വളർത്തേണ്ടിയ ഉത്തരവാദിത്വം. എത്ര വയസ്സ് വരെയാ എന്ന് വെച്ചാൽ, ഇന്ന് പ്രസംഗം കേട്ടിട്ട് കൊച്ചിന് 6 വയസ്സായി, ഇനി ഞാൻ നല്ല ഉത്തരവാദിത്വം ഒന്നും പറയല്ലേ. 0 to 5 വരെ വളർത്തേണ്ടത് അമ്മയുടെ ജോലിയാ. അമ്മയാണ് ഒരു കുഞ്ഞിന്റെ ബേസ് ഇടേണ്ടത്. അതിനനുസരിച്ച് ആ ബിൽഡിംഗ്, ആ കൊച്ചു പണിയപ്പെടുന്നത്. അമ്മ ഇട്ട ബേസ് ഉറപ്പുള്ളതാണെങ്കിൽ ഒരു ശക്തിക്കും, ഞാൻ വീണ്ടും പറയാം, അമ്മ ഇട്ട ബേസ് ഉറപ്പുള്ളതാണെങ്കിൽ കേട്ടോ, ഒരു ശക്തിക്കും അതിനെ ഇളക്കാൻ പറ്റത്തില്ല.
ഒരിക്കൽ കൂടെ, അമ്മ ഇട്ട ബേസ് ഉറപ്പുള്ളതാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെ നോക്കിക്കോ. യഹൂദന്റെ കൾച്ചറിൽ കൂടെ പറയുന്ന ഓരോരുത്തരെ നോക്കിക്കോ. ഒരു കുഞ്ഞിനെ, ശമൂവേലിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം, മറ്റൊരു കുഞ്ഞിനെ അമ്മ പാല് കൊടുത്തു. അമ്മയ്ക്ക് പാല് കൊടുക്കുന്നതിന് അമ്മയ്ക്ക് കാശും കിട്ടി. ഏതമ്മയാ? ഒന്ന് പറഞ്ഞേ, ദൈവവചനം അറിയാവുന്ന ദൈവം. അമ്മ പാല് കൊടുത്തതിന് അമ്മയ്ക്ക് കാശ് കിട്ടി. മോശയുടെ അമ്മ അല്ലേ? ഈ അമ്മ കുഞ്ഞിനെ വളർത്തി, കൂടിപ്പോയ 4 വയസ്സ് വരെ പാല് കൊടുത്തു. പാല് കൊടുത്തിട്ട് ഈ അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ട് കൊടുത്തു. കൊട്ടാരം ഭയങ്കരമാണ് അല്ലേ? ഞങ്ങൾ യൗവനക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഭാഷയിൽ അങ്ങ് പറയട്ടെ. അവിടെ ഭയങ്കര ഗിൽട്ടർ ചെയ്യുന്ന, തിളങ്ങുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. കൊച്ചു യൗവനത്തിലെത്തി, 40 വയസ്സായി, ഇപ്പോഴും കൊച്ചു ചെറുക്കൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്തോ പറ്റി? മിസ്രൈമിൽ പെമ്പിള്ളാരില്ലായിരുന്നോ? 40 വയസ്സായിട്ട് മോശ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കാഞ്ഞേ? മിസ്രൈമിൽ പെമ്പിള്ളാരില്ലായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇട്ട ബേസ. നീ ഒരു എബ്രായനാ. എന്തുവാ? അമ്മ ഇട്ട ബേസ. എബ്രായ ലേഖനത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഓ, മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെ കാട്ടിലും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി കൊട്ടാരം ഈ കൊച്ചിനെ ഇളക്കിയില്ല. ഞാൻ അതിന് നല്ല ഉദാഹരണം പറയാം. 40-ാമത്തെ വയസ്സിൽ രാജകുമാരൻ, സൈന്യാധിപൻ, ഭയങ്കര കഴിവുള്ളവൻ, മിസ്രൈമിലെ സകല ബെസ്റ്റ് വിദ്യാഭ്യാസം കിട്ടിയ മോശ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് തേരിൽ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? കാണുന്ന കാഴ്ച, ഒരു മിസ്രൈമ്യൻ ഒരു ഇസ്രായേലിയനെ, എബ്രായനെ അടിക്കുന്നത് കണ്ടു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? മോശ തേരിൽ ഇരുന്നത് കാണുക. കൊട്ടാരത്തിന്റെ എല്ലാ പ്രൗഢിയുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോൾ കാണുക, ഒരു എബ്രായനെ ആരടിക്കുന്നു? ഒരു മിസ്രൈമ്യൻ അടിക്കുന്നു. ആർക്കാ നൊന്തത്? മനസ്സിലായോ? അടി കിട്ടിയത് ആർക്കാ? അയ്യോ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞത് മക്കളെ. ആർക്കാ അടി കിട്ടിയത്? എബ്രായൻ അടി കിട്ടി. ആരടിച്ചു? മിസ്രൈമ്യൻ അടിച്ചു. പക്ഷെ നൊന്തത് ആർക്കാ? മോശയ്ക്ക്. കാരണം എന്താ? അമ്മ വളർത്തിയതിന്റെ ഗുണമാ. ജീവന്റെ പ്രമാണം നിന്റെ അകത്ത് കയറേണ്ട സമയത്ത് കയറിയാൽ നിന്റെ ഉള്ളിൽ എന്നും ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ജീവൻ, ദൈവസഭയെക്കുറിച്ചുള്ള ജീവൻ, ദേശത്ത് നടക്കുന്ന കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള ജീവൻ. ഹല്ലേലൂയ! ഇന്നത് മനസ്സിലായ ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കരങ്ങളെ തട്ടിയൊന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ ദൈവം നിങ്ങളുടെ കൈകളിൽ തരുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ല. ദൈവത്തിന്റെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ വളർത്താൻ തന്നേക്കുക. നിങ്ങൾ തിരിച്ചു കൊടുക്കണം കേട്ടോ. 13-ാമത്തെ വയസ്സിൽ തിരിച്ചു കൊടുക്കണം. ആ വീട്ടിലേക്ക് വരാം. ഓടിപ്പോകുന്ന സമയം അമ്മ വളർത്തേണ്ട ഉത്തരവാദിത്വം 5 വയസ്സ് വരെ. അല്പം കൂടെ പ്രായമെത്തുമ്പം, മാസങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞിന് തിരിച്ചറിയാം. കുഞ്ഞിന് ചിരിച്ചു കാണിക്കാൻ തുടങ്ങും. കുഞ്ഞിന് കാര്യങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങും. പറഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ പ്രായമെത്തുമ്പോൾ അമ്മ ഫീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രാവശ്യം പാല് കൊടുക്കുമ്പോൾ 613 കൽപ്പന പറഞ്ഞോണം. ഇനി അല്പം കൂടെ കഴിയുമ്പോൾ പ്രായമെത്തുമ്പോൾ ഒരു പാത്രത്തിൽ അമ്മ അല്പം തേനെടുത്ത് വെച്ചേക്കും. അപ്പൊ ഈ കുഞ്ഞിന് അറിവായി, അല്പം തിരിച്ചറിവായി. അമ്മ എന്തെടുക്കുമെന്നറിയാമോ? ആ തേനയിലോട്ടൊന്ന് കൈ തൊടും. എന്നിട്ട് കൊച്ചിന്റെ നാക്കിലോട്ടൊന്ന് തേച്ചു കൊടുക്കും. ആ തേന്, ഉയ്യോ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ആ തേൻ ആദ്യമായിട്ട് ലൈഫിൽ കൊച്ചിന്റെ നാവി കിട്ടുമ്പോൾ കൊച്ച് എങ്ങനെ ഇറക്കുന്നതെന്നൊന്ന് ഇമാജിൻ ചെയ്തേ അല്ലേ? ഭയങ്കരമായിട്ട് എന്തൊരു രുചിയാ അല്ലേ? അങ്ങോട്ട് നുണഞ്ഞങ്ങോട്ട് ഇറക്കുക. കൊച്ചിന്റെ കണ്ണ് ചിമ്മുന്നു. കൊച്ചിങ്ങനെ നുണഞ്ഞിറക്കുന്ന എല്ലാം അമ്മ നോക്കിക്കൊണ്ടിരിക്കുക. കൊച്ചിതെല്ലാം അങ്ങോട്ട് നുണഞ്ഞങ്ങോട്ട് ഇറക്കി കഴിയുമ്പം അമ്മ ഈ കൊച്ചിനോട് പറയും, മോനെ, നീ ഇപ്പം കഴിച്ചത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സാധനമാണ്. അതിൻ്റെ പേര് ഹണി എന്ന, തേനെന്ന. ഇപ്പം കഴിച്ചത് എന്തുവാ? ലോകത്തിലേക്ക് ഏറ്റവും മധുരമുള്ള സാധനമാണ്. ആ കൊച്ചോർക്ക്, എൻ്റെ കർത്താവേ, എന്തോ മധുരമാ, എൻ്റെ അമ്മ എൻ്റെ നാവിൽ എന്തോ തന്നു, ഇറക്കാൻ വയ്യ, ഉമ്മനീര് ഇറക്കിക്കൊണ്ടിരിക്കുക. അമ്മ പറയും,
ഇത് ലോകത്തിൽ ഏറ്റവും മധുരമുള്ള സാധനമാണ്. അടുത്തത് അമ്മ പറയുന്ന വേർഡിങ്ങനെ, മോനെ ഇതിനെക്കാട്ടിലും മധുരമുള്ള മറ്റൊരു കാര്യമുണ്ട്, അത് യഹോവയുടെ വചനമാണ്. അതിൻ്റെ പേര് തോറ എന്ന. അത് നിന്റെ അണ്ണാക്കിന് മധുരവും നിന്റെ ആസ്തിക്ക് തണുപ്പുമാ. ഓ ഗോഡ്, ഇന്ന് പകൽ തിരുവനന്തപുരം പട്ടണത്തിൽ ചില ദൈവമക്കളുടെ അകത്ത് വചനം കയറട്ടെ, വചനം കയറട്ടെ, വചനം കയറട്ടെ. വചനം നിന്റെ ഉള്ളിൽ കയറിയാൽ, ഞാൻ ഇന്നത്തെ ഇസ്രയേലിന്റെ ചരിത്രങ്ങളിൽ കൂടെ വിളിച്ചു പറയുക, 650 ഇരട്ടി ശക്തിയുള്ള രാജ്യങ്ങൾ നിന്റെ എതിരെ വന്നാലും, ഹമാസ് വന്നാലും, ഹൂത്തി വന്നാലും, ഹിസ്ബുള്ള വന്നാലും, ഏത് ലോകരാജ്യങ്ങൾ നിന്റെ എതിരെ വന്നാലും, തമ്പുരാൻ നിന്റെ ബുദ്ധിയെ തുറന്നാൽ, തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ചാൽ, ഒരു കാലത്തും നിന്നെ പിഴാൻ പറ്റത്തില്ല. നിനക്ക് അല്പ ശിക്ഷ കിട്ടിയേക്കാം, പക്ഷെ ഇസ്രയേലേ, ദൈവം നിന്നെ മറക്കുന്നവനല്ല. വചനം ഉള്ളി കയറണം, വചനം ഉള്ളി കയറണം, പരിശുദ്ധാത്മാവ് ഉള്ളി വരണം. അമ്മ വളർത്തേണ്ടിയ ജോലി 5 വയസ്സ് വരെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കാണിച്ചു. എത്ര വയസ്സ് വരെ അമ്മ വളർത്തേണ്ടിയേ? ഒന്ന് കാണിച്ചേ ദൈവമക്കളെ. 5 വയസ്സ് വരെ. 6ാമത്തെ വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ വളർത്തേണ്ടിയത് അപ്പനാ. അപ്പൻ, പിതാവ് ആണ് 2ാമത്തെ ടീച്ചർ. 1ാമത്തെ ടീച്ചർ അമ്മ, 2ാമത്തെ ടീച്ചർ പിതാവ്. പിതാവ് എങ്ങനെ വളർത്തേണ്ടതെന്ന് അറിയാമോ? പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. യഹൂദൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത് മുഴങ്കാലിലാണ് കേട്ടോ. യഹൂദൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത് മുഴങ്കാലിലാണ്. യഹൂദൻ ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. യഹൂദൻ ദിവസത്തിൽ, നമ്മൾ 3 പ്രാവശ്യം കഴിക്കും. യഹൂദൻ ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഴങ്കാലിരിക്കും. അവന്റെ ആ പിതാവിന്റെ തലയെക്കൊണ്ടൊരു ഷോൾ ഇടും. അവിടെ പുരുഷന്മാർ തലയെക്കൊണ്ട് ഷോൾ ഇടും. ആ ഷോളിന് വിളിക്കുന്ന പേര് തലിത്ത് എന്ന, തലിത്ത് അല്ലെങ്കിൽ പ്രയർ ഷോൾ. എന്നിട്ട് അവൻ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ, അവൻ എങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയാമോ? ഇങ്ങനെ ആടിയാടിയാ പ്രാർത്ഥിക്കുന്നത്. ആടിയാടി. നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒന്ന് ആടി നോക്കിക്കേ, ആടാൻ പറ്റുന്നുണ്ടോന്ന്. ഒന്ന് ആടി നോക്കിക്കേ, ഒന്ന് ചെയ്തേന്നേ, ഒന്ന് ആടി നോക്കിക്കേ. ഞാൻ ആടുന്നതിന് അർത്ഥം എന്തോന്ന് ഞാൻ പറയാം. ഇങ്ങനെ ആടിയാടിയാ പ്രാർത്ഥിക്കുന്നത്. എന്തോ ആടുന്നതിന് അർത്ഥം എന്നറിയാമോ? 1ാമത്തെ അർത്ഥം, അവൻ 613 കൽപ്പന ഉരുവിടുക. ജീവന്റെ വചനം ഉരുവിട്ടാ പ്രാർത്ഥിക്കുന്നേ. അവൻ അറിയാം, വചനം ബിരിയാണിയെക്കാട്ടിലും വലുതാ, വചനം മന്തിയെക്കാട്ടിലും വലുതാ. വചനം മനസ്സിലാകുന്നവരുണ്ടോ ഇതിനകത്ത്? വചനം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും അവൻ ഉരുവിട്ടാ പ്രാർത്ഥിക്കുന്നത്. 2ാമത്തെ കാര്യം കേട്ടോ, ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ, ഇവരുടെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. 2ാമത്തെ കാര്യം, ഇവൻ എന്തിനാ ആടുന്നതെന്ന്. ഇന്ന് പകൽ ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളും കേട്ടോ, അവൻ പറയുക, ഞങ്ങൾ ആടുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ ദൈവം കത്തിച്ച ഒരു തീയുണ്ട്. എന്തോ ഉണ്ട്? ഒരു തീയുണ്ട്. ഞങ്ങളുടെ അന്തരാത്മാവിൽ അത് കത്തിക്കൊണ്ടിരിക്കുക. എന്നെ ശ്രദ്ധിച്ചോ, അകത്ത് കത്തുന്ന, യഹൂദന്റെ അകത്ത് കത്തുന്ന തീ നിങ്ങൾ കണ്ടോ? തീ ചുമ്മാതെ ഇങ്ങനെ ഒന്ന് കത്തുവോ? ഇല്ല. തീ ആണെങ്കിൽ കെട്ടിട്ടില്ലെങ്കിൽ എന്തോ എടുക്കും? ആടും, ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കും. യഹൂദൻ ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുക, യഹൂദന്റെ അകത്ത് ദൈവം കത്തിച്ചൊരു തീയുണ്ട്. തൊട്ടു നോക്കല്ലേ, ഈജിപ്തെ തൊട്ടു നോക്കല്ലേ, ബാബിലോണെ തൊട്ടു നോക്കല്ലേ, ഈ മിഥ്യാനെ തൊട്ടു നോക്കല്ലേ. ഞങ്ങളുടെ അകത്ത് ദൈവം കത്തിച്ചൊരു തീയുണ്ട്. അത് കെട്ടിട്ടില്ല, ഇന്നും ആടിക്കൊണ്ടിരിക്കുക, ഇന്നും അത് ചലിച്ചോണ്ടിരിക്കുക. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടും പരിശുദ്ധാത്മാവാം ദൈവം മർക്കോസിന്റെ മാളിക മുറിയിൽ ഉയരത്തിൽ നിന്ന് കത്തിച്ച ഒരു തീ ഉണ്ടെങ്കിൽ, ഓ ഗോഡ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞു കൊടുക്കണം. അത് കെട്ടുപോകരുത്. എന്തിനാ യഹൂദൻ ആടുന്നേ? 1ാമത്തെ കാരണം വചനം പറയുക, വചനം. 2ാമത്തെ കാര്യം, അകത്തൊരു തീയുണ്ട്, അതിങ്ങനെ ചുമ്മാതെ നിന്ന് കത്തത്തില്ലേ. ആ തീ ആടിക്കൊണ്ടിരിക്കും. ഫ്ലെയിം ആണെങ്കിൽ ആടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് വചനവും പരിശുദ്ധാത്മാവും കയറട്ടെ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് എന്ത് കയറട്ടെ?
ഓ ഗോഡ്, വേഗത്തിൽ വേഗത്തിൽ വേഗത്തിൽ. അപ്പൻ വളർത്തേണ്ടിയത് 13 വയസ്സ് വരെ അപ്പൻ വളർത്തേണ്ടിയത്. നിർത്തുക, ശമൂവേലിലേക്ക് വരാം. ഇവിടെ ആരെ വളർത്തിയിട്ടുള്ളൂ? ശമൂവേലിന് പാല് കൂടി മാറിയപ്പോൾ അമ്മ കൊണ്ട് ആലയത്തിൽ കൊടുത്തു. അപ്പൊ ആരെ വളർത്തിയിട്ടുള്ളൂ? അമ്മ മാത്രമേ വളർത്തിയിട്ടുള്ളൂ. ആര് വളർത്തിയിട്ടില്ല? എൻ്റെ കൂടെ പെട്ടെന്ന് പറഞ്ഞേ. പിതാവ് വളർത്തിയിട്ടില്ല. ആരെ വളർത്തിയിട്ടുള്ളൂ? അമ്മ മാത്രമേ വളർത്തിയിട്ടുള്ളൂ. അമ്മ കൊച്ചിനെ കൊടുത്തിട്ട് പോയി. ഇനി അമ്മ അടുത്ത വർഷമേ വരത്തുള്ളൂ, ഉടുപ്പ് തയ്ച്ചുകൊണ്ട് വരത്തുള്ളൂ. കാരണം അമ്മ ഇട്ടേക്കുന്ന ബേസ് എന്തുവാന്ന് അമ്മയ്ക്കറിയാം. അവിടെ എലി പുരോഹിതന്റെ മക്കളുണ്ട്, അവര് ദൈവവചനം വിട്ടു നടക്കുക. പക്ഷെ വചനം അകത്തുണ്ടെങ്കിൽ നിന്റെ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ മക്കളെ മുക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുപോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും വിട്ടുമാറത്തില്ല കേട്ടോ. ഇവിടെ ആരെ വളർത്തിയിട്ടുള്ളൂ? അമ്മ മാത്രമേ വളർത്തിയിട്ടുള്ളൂ. ആര് വളർത്തിയിട്ടില്ല? അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം, വേഗത്തിൽ ഓടിച്ചു പറയട്ടെ. ഇത് ബ്രെയിനെ കുറിച്ചുള്ളൊരു സ്റ്റഡി. ആനിമൽ, കാട്ടിലെ മൃഗങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ, എന്നെ കൂടെ പെട്ടെന്ന് പറഞ്ഞു, ചോദിച്ചു പറഞ്ഞു പോകാൻ സമയമില്ല. കാട്ടിലെ മൃഗങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ, ക്രാവ് ജനിച്ചാൽ, അത് അടുത്ത 1 മണിക്കൂറിനകം 4 കാലയിൽ എഴുന്നേറ്റ് നിൽക്കുമോ? എൻ്റെ കൂടെ പെട്ടെന്ന് പറഞ്ഞേ, എഴുന്നേറ്റ് നിൽക്കും. അടുത്ത 1 മണിക്കൂറിനകം അമ്മയുടെ അകടിയിൽ നിന്ന് പാല് കുടിക്കാൻ പോകും. അടുത്ത 1 മണിക്കൂറിനകം തുള്ളിച്ചാടാൻ തുടങ്ങും, അല്ലേ? തുള്ളിച്ചാടും. 1 മണിക്കൂർ കൊണ്ട് 4 കാലയിൽ ആ ക്രാവ്, കാട്ടിലെ മൃഗം എഴുന്നേറ്റ് നിന്നു, അല്ലേ? 1 മണിക്കൂർ കൊണ്ട് അമ്മയുടെ അകടിയിൽ നിന്ന് പാല് കുടിച്ചു. 1 മണിക്കൂർ കൊണ്ട് തുള്ളിച്ചാടും. 2 ദിവസമോ ഒരാഴ്ചയോ കഴിഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങളെല്ലാം ഓടുന്നത് പോലെ ഓടാൻ തുടങ്ങും. ഏത് കഴിക്കേണ്ട പുല്ല് കഴിക്കണ്ടെന്ന് ഈ മൃഗത്തിനറിയാം, ക്രാവിനറിയാം. വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ശബ്ദം കേൾക്കാം, എനിമി വരുന്നുണ്ട്, ശബ്ദം കേട്ടാൽ അത് ഓടാനറിയാം, എസ്കേപ്പ് ആകും. കാട്ടിൽ അത് ഒരാഴ്ച 1 മാസം കഴിഞ്ഞാൽ ആ മൃഗം സർവൈവായി, സൂപ്പർ നോർമലായെന്ന് അതിന് പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 1 മണിക്കൂറിനകം കാട്ടിലെ മൃഗം പാല് കുടിച്ചു, അല്ലെ ഏത് മൃഗമായാലും 1 മണിക്കൂറിനകം എഴുന്നേറ്റ് നടന്നു, 1 മണിക്കൂറിനകം തുള്ളിച്ചാടി, ഒരാഴ്ചക്കകം 1 മാസത്തിനകം ആ മൃഗം എന്തോ ആയി? സൂപ്പർ നോർമലായി, കാട്ടിൽ സർവൈവ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ആനിമൽസിന്റെ ബ്രെയിൻ. അല്പം ഹണ്ടിങ് ടെക്നിക്സ് പഠിച്ചാൽ മതി. അമ്മയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളുടെ കയ്യിൽ നിന്നോ അല്പം ഹണ്ടിങ് ടെക്നിക്സ് പഠിച്ചാൽ മതി. ഇതാണ് മൃഗങ്ങളുടെ ബ്രെയിൻ. എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കേട്ടോ, ഇതാണ് മൃഗങ്ങളുടെ ബ്രെയിൻ. ഇനി ഹ്യൂമൻസിന്റെ ബ്രെയിൻ എന്തോന്ന് ഞാൻ പറയാൻ പോവാം. മനുഷ്യന്റെ ബ്രെയിൻ. കാട്ടിലെ മൃഗങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ മനുഷ്യൻ ഒരു കൊച്ചു ജനിച്ചാൽ എത്ര നാൾ വേണം എഴുന്നേറ്റ് നടക്കാൻ? എത്ര വർഷം വേണം? 4 കാലുള്ള പുള്ളി 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റു. 2 കാലുള്ളവൻ എത്ര നാൾ വേണം? 1 വർഷം. എത്ര നാളെടുക്കും തന്നെ ഒന്ന് ആഹാരം കഴിക്കാൻ കൊച്ച്? പറഞ്ഞോ. അതാരെങ്കിലും പഠിപ്പിക്കണം. കൊച്ച് തന്നെ ആഹാരം കഴിക്കണമെങ്കിൽ കയ്യിലൊന്നും പോകാതെ മുഖത്തൊന്നും ആക്കാതെ കഴിക്കണമെങ്കിൽ മിനിമം 3 വയസ്സെടുക്കും. ആണോ? നിങ്ങൾ തിരുവനന്തപുരത്ത് ദൈവമക്കളൊന്ന് പറഞ്ഞേ, 3 വയസ്സെടുക്കുമോ? 1 വർഷം വേണം നടക്കാൻ. 3 വയസ്സെടുക്കും തന്നെ ആഹാരം കഴിക്കാൻ. സൊസൈറ്റിയിൽ ഈ കൊച്ചൊന്ന് സർവൈവ് ചെയ്യാൻ എത്ര വർഷം വേണമെന്ന് അറിയാമോ? മിനിമം 15 വർഷം. സൊസൈറ്റിയിൽ ഒന്ന് സർവൈവ് ചെയ്യാൻ കൊച്ചിന് എത്ര വർഷം വേണം? 15 വർഷം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മിനിമം പാസ്സാകണം. പക്ഷെ ആനിമലോ 1 മണിക്കൂറും കൊണ്ട്, 1 ദിവസം കൊണ്ട്, ഒരാഴ്ചയും കൊണ്ട് നോർമലായി. മനുഷ്യനോ 15 വർഷം വേണ്ടി വന്നു. നിങ്ങൾ പറ, ഏറ്റവും നല്ല ബ്രെയിൻ ആരുടെയാ? വീട്ടിൽ പോയി ആലോചിച്ചു. ഏറ്റവും നല്ല ബ്രെയിൻ ആരുടെയാ? ആനിമലിന്റെ ആണോ ഹ്യൂമന്റെ ആണോ? ഹ്യൂമന്റെയാ. ഏറ്റവും നല്ല ബ്രെയിൻ ഹ്യൂമന്റെയാ. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ബൈബിളിൽ നിന്ന് ഒരു അനാലിസിസ് കൂടെ ഞാൻ പഠിപ്പിക്കുക. ആനിമൽസിന്റെ ബ്രെയിന് വിളിക്കുന്ന പേര് എഴുതി വെച്ചോ, പ്രോഗ്രാംഡ് ബ്രെയിൻ. പ്രോഗ്രാംഡ്. അതിനൊന്നും ചെയ്യണ്ട, അത് ജനിച്ചു അല്പ മിനിറ്റുകൾ കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആകും. എല്ലാം പ്രോഗ്രാംഡാ. ബ്രെയിനകത്ത് എല്ലാം പ്രോഗ്രാംഡാ.
ബ്രെയിനകത്തെല്ലാം ആ വേർഡ് ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ, പ്രോഗ്രാംഡാ. അല്പ ഹണ്ടിങ് ടെക്നിക്സ് മാത്രം പഠിച്ചാൽ മതി. ബ്രെയിൻ പ്രോഗ്രാംഡാ. ഒരു മൃഗത്തിന് സ്കൂളിൽ പോകണ്ട, ഒരു മൃഗത്തിന് ഓണത്തിനും ക്രിസ്മസിനും ഒന്നും വെക്കേഷൻ കിട്ടത്തില്ല. മൃഗത്തിന്റെ ബ്രെയിൻ ദൈവം അങ്ങനെ സൃഷ്ടിച്ചെന്ന് പ്രോഗ്രാംഡാ. അടുത്തത് എല്ലാ മാതാപിതാക്കളും കേട്ടോ, പക്ഷേ ഹ്യൂമൻസിന്റെ ബ്രെയിൻ പ്രോഗ്രാംഡ് അല്ല, പ്ലെയിൻ ബ്രെയിനാ. ഹ്യൂമൻസിന്റെ ബ്രെയിൻ എന്തുവാ? പ്ലെയിനാ, ഒന്നുമില്ല, ഒരു വെള്ള പേപ്പർ പോലെ. അത് ഒരാള്, ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ നിർത്താൻ ഒരാള് പ്രോഗ്രാം ചെയ്യേണ്ടിയ ഒറിജിനൽ ബുക്കിൽ നിന്ന് പ്രോഗ്രാം ചെയ്താൽ അവൻ സമൂഹത്തിനും രാജ്യങ്ങൾക്കും ദേശങ്ങൾക്കും അവൻ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവനാവും. എവിടുന്ന് പ്രോഗ്രാം ചെയ്യണം? ആ വേർഡ് പറഞ്ഞേ, ഒറിജിനൽ ബുക്കിൽ നിന്ന്. ഒറിജിനൽ ബുക്കിൽ നിന്നാണ് ഈ കൊച്ചു പ്രോഗ്രാമായ അവൻ സമൂഹത്തിനും ലോകരാജ്യങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. അവനാ നോബൽ പ്രൈസ് കൊണ്ടുപോകുന്നതെന്ന്. അയ്യോ, മനസ്സിലാകുന്നവരുണ്ടോ? അവനായിരിക്കും നോബൽ പ്രൈസ് കൊണ്ടുപോകുന്നത്. എന്നാ കൊച്ചിന്റെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് അറിയാമോ? കൊച്ചിന്റെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യേണ്ടത് 13 വയസ്സിനോടകം അപ്പനും അമ്മയും പ്രോഗ്രാം ചെയ്തോണം. അത് അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. എന്നെ കേൾക്കുന്നവരുണ്ടോ? ആരാ പ്രോഗ്രാം ചെയ്യേണ്ടിയേ? കേട്ടോ, മാതാപിതാക്കൾ മിണ്ടുന്നില്ല ഇപ്പം. ആരാ പ്രോഗ്രാം ചെയ്യേണ്ടിയേ? അപ്പനും അമ്മയും. എത്ര വയസ്സിനോടകം പ്രോഗ്രാം ചെയ്യണം? 13 വയസ്സിനോടകം. മെഡിക്കൽ സയൻസ് പോലും അതിനെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. 13 വയസ്സിനകം കൊച്ചിന്റെ ബ്രെയിനെ പ്രോഗ്രാം ചെയ്താൽ ആ കൊച്ച് അനുഗ്രഹിക്കപ്പെടും. നമ്മൾ കതിരി കൊണ്ടുപോയി വളം വെക്കാൻ നോക്കുക, കതിരി കൊണ്ടുപോയി വളം വെക്കാൻ നോക്കുക, നടക്കത്തില്ല. കൊച്ചിന്റെ ബ്രെയിൻ ഒറിജിനൽ ബുക്കിൽ നിന്ന്, എന്ന് വെച്ചാൽ തോറായിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് പ്രോഗ്രാം ചെയ്യാൻ ജീവന്റെ പ്രമാണം ഈ കൊച്ചിനെ ഉയർത്തും. അത് ജ്ഞാനത്തിന്റെ വചനമാ, വിശുദ്ധ വചനമാ. ലോകത്തിൽ ഇതുപോലെ മറ്റൊരു പ്രമാണമില്ല. അല്ല അല്ല ബുക്ക് തെറ്റിയ പ്രോഗ്രാം ആയതെങ്കിൽ ഈ കൊച്ചായിരിക്കും ലോകത്തിലെ ടെററിസ്റ്റ്. ബുക്ക് തെറ്റിയാണ് തോറായി നിന്ന് മോഷ്ടിച്ചതോ, മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലേ? തോറായി നിന്ന് മോഷ്ടിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ബുക്കിൽ നിന്നാണ് പ്രോഗ്രാം ആയതെങ്കിൽ ആ തലമുറ മൊത്തം ടെററിസ്റ്റ് ആകുമെന്ന്. പക്ഷെ ഒറിജിനൽ ബുക്കിൽ നിന്നാണ് പ്രോഗ്രാം ആയതെങ്കിൽ, എൻ്റെ കൂടെ പറഞ്ഞേ, ഒറിജിനൽ ബുക്കിൽ നിന്നാണ് പ്രോഗ്രാം ആയതെങ്കിൽ നീ സഭയ്ക്ക് അനുഗ്രഹമാകും, നീ കുടുംബത്തിന് അനുഗ്രഹമാകും, നീ ദേശത്തിന് അനുഗ്രഹമാകും. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോഗ്രാം ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ നിർത്തട്ടെ. ശമൂവേലിനെ അമ്മ മാത്രമേ വളർത്തിയുള്ളൂ. ആര് വളർത്തിയിട്ടില്ല? അപ്പൻ. പക്ഷേ ബൈബിളിൽ കാണാം, 1 ശമൂവേൽ 3-ാം അധ്യായത്തിന് അവസാനം കാണാം, വായിക്കണ്ട, മറ്റൊരപ്പൻ, ഒറിജിനൽ അപ്പൻ ഇറങ്ങി വന്നു, കൊച്ചിനെ ഒരൊറ്റ വിളി വിളിച്ചു, ശമൂവേലേ. അടുത്തത് ശമൂവേൽ എഴുന്നിട്ട് ഏലി പുരോഹിതൻ അടുക്ക ചെന്നു. കൊച്ചി ഇറക്കൻ ഏലി പുരോഹിതൻ അടുക്ക ചെന്നു. ഏലി പുരോഹിതൻ പറഞ്ഞു, കുഞ്ഞെ നിന്നെ വിളിച്ചില്ല, വന്നു കിടന്നു. പിന്നെയും വിളിച്ചു, ദൈവം വന്ന് വിളിച്ചു, ശമൂവേലേ. പിന്നെയും പോയി. ആ കൊച്ചു പറഞ്ഞില്ല, ഞാൻ ഇപ്പം എഴുന്നേറ്റ് എന്ന്. നമ്മുടെ പിള്ളേരാന്നെ പറഞ്ഞ ആ വല്യപ്പൻ എന്തോത്തിന് സോക്കേടാൻ ചോദിച്ചേൻ അല്ലേ? ഇപ്പം ഞാൻ പോയിട്ട് വന്നതാ. മൂന്നാമത് വിളിച്ചു. അന്നേരം ഏലി പുരോഹിതൻ പറഞ്ഞു, വേണ്ട കുഞ്ഞെ, നിന്നെ വിളിക്കുന്നത് യഹോവയാ, യഹോവയോട് നീ റെസ്പോണ്ട് ചെയ്യണം. യഹോവയുടെ ശബ്ദം രണ്ടാമത് വന്നു, ശമൂവേലേ ശമൂവേലേ. ദൈവ ശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്യാത്തിടത്തോളം കാലം ദൈവം ബാക്കി പറയത്തില്ല. ദൈവ ശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്യാത്തിടത്തോളം കാലം ദൈവം ബാക്കി പറയത്തില്ല. ശമൂവേൽ റെസ്പോണ്ട് ചെയ്തു, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ദൈവം കാര്യം പറയാൻ തുടങ്ങി. ഇന്ന് പകൽ ചില മാതാപിതാക്കൾ റെസ്പോണ്ട് ചെയ്യട്ടെ, ഇന്ന് പകൽ ചില കുഞ്ഞുങ്ങൾ റെസ്പോണ്ട് ചെയ്യട്ടെ. നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ കാണാം, മറ്റൊരപ്പൻ ഇറങ്ങി വന്നു. ഏതപ്പനാണെന്നറിയാം? അപ്പൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ദ വേർഡ് ഓഫ് ദ ലോർഡ്. ബൈബിളിൽ എവിടെയെങ്കിലും വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പിയർ ആയേക്കുന്നത് യേശു കർത്താവാണ്. സന്തോഷമുണ്ടോ? ബൈബിളിൽ എവിടെയെങ്കിലും വേർഡ് ഓഫ് ദ ലോർഡ് അപ്പിയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരാ അപ്പിയർ ആയേക്കുന്നേ?
സാക്ഷാൽ വചനം. ഈ കുഞ്ഞിനെ ബൈബിളിൽ ആ വാക്യങ്ങൾ പറഞ്ഞ് നിർത്തട്ടെ. യഹോവ ശീലോഹിൽ വെച്ച് ശമൂവേലിന് പ്രത്യക്ഷനായതിന് ശേഷം വീണ്ടും വീണ്ടും എല്ലാ രാത്രിയിലും ദൈവം ഇറങ്ങി വന്നു. എല്ലാ രാത്രിയിലും ശമൂവേൽ വളർന്നു. ആര് വളർത്തി? അമ്മയല്ല വളർത്തിയേ. യഹോവയുടെ വിളക്കിന്റെ ചുവട്ടിൽ കിടന്ന് വളർന്ന ശമൂവേലിനെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ഈ തലമുറയിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ കുറേ അല്ലേ പ്രയോജനമില്ലാത്ത, എൻ്റെ വാക്കുകൾ ഇച്ചിരി കട്ടിയായിരിക്കാൻ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ കുറേ പ്രയോജനമില്ലാത്തവരെ അല്ല റിലീസ് ചെയ്യേണ്ടത്, ദേശത്തിന് കൊടുക്കേണ്ടത്. സമൂഹത്തിനും ദേശത്തിനും രാജ്യത്തിനും ദൈവരാജ്യത്തിനും അനുഗ്രഹിക്കപ്പെട്ട ചില തലമുറകളെ പണിതെടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ കൈകളിലുള്ളത്. നീ പണിയേണ്ടതുപോലെ പണിതാൽ ബാക്കി കാര്യം ദൈവം ചെയ്തോളും. ഓ, മനസ്സിലാകുന്ന ദൈവമക്കളുണ്ടോ? ശമൂവേലിനെ അമ്മ മാത്രമേ വളർത്തിയിട്ടുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും തുടർന്ന് രാത്രികളിൽ മറ്റൊരു പിതാവ് ഇറങ്ങി വന്നു, ശമൂവേലിനെ വളർത്തി, ശമൂവേലിനെ വിശ്വസ്തനാക്കി. ശമൂവേലിനെ എന്താക്കി തീർത്തു? വിശ്വസ്തനാക്കി തീർത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ മാതാപിതാക്കളുടെ മുമ്പിൽ വലിയൊരു ചോദ്യം ഞാൻ വെക്കുക. വലിയൊരു ചോദ്യം വെക്കുക. കൊച്ചിന് പാല് കൊടുക്കുമ്പം യഹൂദൻ വചനം കൊടുത്തു. അതുകൊണ്ട് അവനെ തോപ്പിക്കാൻ പറ്റത്തില്ല ആർക്കും. ഇച്ചിരേ ഉള്ളൂ. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയുണ്ട്. 3.5 കോടി. ഒരു കൊച്ചു സംസ്ഥാനത്തെ ജനസംഖ്യ 3.5 കോടി. യഹൂദന്റെ രാജ്യം മൊത്തം 1 കോടിയുള്ളവൻ. യഹൂദന്റെ രാജ്യം മൊത്തം 1 കോടിയുള്ളൂ. എന്താ അവനെ തോപ്പിക്കാൻ പറ്റാത്ത? വചനം അകത്ത് കയറിയവൻ പാറ പോലുള്ളവനാ. പരിശുദ്ധാത്മാവ് അകത്ത് കയറിയവൻ. അത് അങ്ങനെയുള്ളവരെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ജോലി മാതാപിതാക്കളുടെ ജോലിയാ. അങ്ങനെയുള്ളവരെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ജോലി മാതാപിതാക്കളുടെ ജോലിയാണ്. കുഞ്ഞിനെ പ്രോഗ്രാം ചെയ്യേണ്ട സമയത്ത് പ്രോഗ്രാം ചെയ്യണം. സൺഡേ സ്കൂളിൽ വിടേണ്ട സമയത്ത് സൺഡേ സ്കൂളിൽ വിടണം. കിഡ്സ് ചർച്ചിൽ പോകേണ്ട സമയത്ത് കിഡ്സ് ചർച്ചിൽ പോകണം. കുഞ്ഞിനെ വചനം പഠിപ്പിക്കേണ്ട സമയത്ത് വചനം പഠിപ്പിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. പലരും ദൈവമില്ലാത്തവരായി ഓടി അവരുടെ ജീവിതം തകർന്നുകൊണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പക്ഷെ ദൈവമുള്ളവരെ ചില കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു, ആലയത്തിൽ വന്നു, ദൈവ സാന്നിധ്യത്തിൽ വന്നു. അവർ ദൈവത്തിന് വേണ്ടി വേല ചെയ്തു. അങ്ങനെയുള്ളവരുടെ തലമുറ. കണ്ണുകളെ അടയ്ക്കാം. അല്പസമയം ആ കാര്യങ്ങളെ ഒന്ന് തട്ടി ദൈവത്തോട് അന്യഭാഷകളിൽ നിന്ന് സംസാരിച്ച്, ദൈവമേ, ഞങ്ങളുടെ ഒരു തലമുറകളും തകർന്നു പോകല്ലേ. ഞങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മൂല്യമുള്ളവരായി സമൂഹത്തിന് ഖനമുള്ളവരായി ഈ ഭാരതത്തിന്റെ ഭരണചക്രത്തെ തിരിക്കുന്ന ഒരു കൂട്ടം അഭിഷക്തന്മാർ, ഒരു കൂട്ടം ബുദ്ധിയുള്ളവർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ഈ സഭയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ആ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്തേ. 2 കരങ്ങളെ തട്ടിയും അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു തീരുമാനം എടുത്തോണ്ടേ പോകാവൂ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ ട്രെയിൻ ചെയ്. നിങ്ങളുടെ കുടുംബത്തിന്റെ വെൽത്ത് വീടല്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ വെൽത്ത് കാറല്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ വെൽത്ത് വസ്തുവകകളല്ല. നിങ്ങളുടെ തലമുറയാ. തലമുറ നഷ്ടമായാൽ വീട് പോയി, ആ പേര് കെട്ടുപോയി, ആ കുടുംബം പോയി. കണ്ണുകളടയ്ക്കാം. ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ഓ, കരങ്ങളെ ഒന്ന് ഉയർത്തിക്കുക ദൈവമക്കളെ. എൻ്റെ സമയം ഓടിപ്പോയി എന്ന് എനിക്കറിയാം. പക്ഷേ 1 മിനിറ്റ് 2 മിനിറ്റ് കൂടി എടുത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹന്നായെ, നീ വില കൊടുത്തതിന് ദൈവം നിനക്ക് പ്രതിഫലം തന്നത് ഒരു കുഞ്ഞായിട്ടല്ല. ഹന്നായെ, നീ ദൈവത്തിനൊരു കുഞ്ഞിനെ കൊടുത്തപ്പോൾ ദൈവം നിനക്ക് തന്നത് ഒരു കുഞ്ഞല്ല, നിനക്ക് തലമുറകളെ തന്നു. കർത്താവേ, ഈ ദൈവ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവന്റെ വചനത്തിന്റെ പ്രമാണം ഇവരുടെ ഹൃദയങ്ങളിൽ പകരണമേ. ഇന്ന് പകൽ ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഇവരുടെ ഹൃദയത്തിലെ വചനം കത്തട്ടെ. അവരുടെ ഹൃദയത്തിലെ വചനം നല്ല നിലത്തു വീണ വിത്ത് പോലെ ആയിത്തീരട്ടെ. ഇതിനകത്തുനിന്ന് ഒരു ലക്ഷക്കണക്കിന് തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. കർത്താവേ, ലക്ഷക്കണക്കിന് തലമുറകൾ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഭാരതത്തിന് കൊള്ളാവുന്നവരായി, രാജ്യങ്ങൾക്ക് ഭൂഖണ്ഡങ്ങൾക്ക് കൊള്ളാവുന്നവ, നല്ല അനുഗ്രഹിക്കപ്പെട്ട തലമുറ, ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. അടിയൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവിക കാവലിനെ റിലീസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ പറയുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും എളിപ്പിനിരിപ്പം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എന്നെ ശ്രദ്ധിക്കണം. ഇന്നത്തെ തലമുറ ഒന്നിനും കൊള്ളാതെ വലിയൊരു കൂട്ടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ കാരണം ഉറപ്പുള്ള അടിസ്ഥാനമിടാത്തത് കൊണ്ടാണ്. ആമേൻ. അതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ വളർത്തമ്മ വളർത്തിക്കോണം ആദ്യത്തെ 5 വർഷം. പ്രസവിച്ച അമ്മ അവർ ജോലിക്ക് പോകും. അവരല്ലെങ്കിൽ എവിടെയെങ്കിലും അവരുടെ കാര്യം നോക്കും. അവരാരും ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല. ഇതാണ് വിദ്യാഭ്യാസം വർദ്ധിച്ചപ്പോൾ കുടുംബങ്ങളിൽ കാണുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? സമത്വം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ 1 വയസ്സ് തികയും മുമ്പ് വളർത്താൻ തുടങ്ങുന്നത് ഒരു ജോലിക്കാരി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് കൊടുത്തയച്ച് പോകും. ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വം അമ്മയ്ക്ക് ഇല്ല. വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടു, വളരെ വ്യക്തമായി കേട്ടു. ആദ്യത്തെ 5 വർഷം ആ കുഞ്ഞിന് മാറാതെ അടുത്തിരിക്കേണ്ടത് അമ്മ. ഹലോ, കേട്ടോ? കേട്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ആ സമർപ്പണമില്ലാത്ത വ്യക്തി അമ്മയാകരുത്. കുറച്ച് തീവ്രവാദികളെയും നഷ്ടപ്പെടുന്ന കുടിയന്മാരെയും വെറിയന്മാരെയും ഉണ്ടാക്കാനേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ഉത്തരവാദിത്വം അടുത്ത തലമുറ ഏറ്റെടുക്കണം. ആമേൻ, സ്തോത്രം. ഫസ്റ്റ് നമ്മൾ ദൈവവചനം പഠിച്ച് ആ ന്യായപ്രമാണത്തിൻ്റെ അറിവ് പ്രാപിക്കാതെ ചിലപ്പോൾ വിഗ്രഹങ്ങളെ സേവിച്ച് അന്യദൈവങ്ങളെ ആരാധിച്ച് എങ്ങനെയോ ജീവിച്ചിട്ട് ഏതോ സമയത്ത് കർത്താവിനെ അറിഞ്ഞു വന്നു. പക്ഷെ നമ്മുടെ തലമുറയെങ്കിലും നേരെ വളർത്തണമെങ്കിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് പഠിപ്പിക്കുവാനാണ് സഭയും സൺഡേ സ്കൂളും ഇവിടുത്തെ യൂത്ത് പ്രോഗ്രാമുകളെല്ലാം. ആമേൻ. നിങ്ങളെ സഹായിപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഒരു ശരിക്കുത്തരവാദിത്വമുള്ള അമ്മമാരായി അടുത്ത 13 വരെ അപ്പൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പല പിതാക്കന്മാർ വെള്ളം അടിച്ചിട്ട് വന്നു വീട്ടിൽ അശുദ്ധ വാക്കുകളും പറഞ്ഞ് വഴക്കും ശണ്ടയും കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെയായി ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന വലിയൊരു നാശകർത്താക്കന്മാരായി പിതാക്കൾ മാറുകയാണ്. വീട്ടിൽ ചീത്ത പറയുന്ന പിതാക്കൾ, മദ്യപിച്ചിട്ട് വന്ന് വഴക്കും അടിയും ഉണ്ടാക്കുന്ന പിതാക്കന്മാർ, നിങ്ങൾ ദ്രോഹികളാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദ്രോഹം ചെയ്യുന്നവരാണ്.
Praise the Lord. മനസ്സിലായോ? ദ്രോഹികളാണ്, തലമുറയ്ക്ക് ദ്രോഹം ചെയ്യുന്ന പിതാക്കളെ വചനം ഏറ്റെടുക്കുക, മാനസാന്തരപ്പെടുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അപ്പനില്ലാതെ വളരുന്ന ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ കുഞ്ഞ് വളർന്നുപോയി എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. താങ്ക് യു ജീസസ്. ആമേൻ. സമയം തീർന്നു പോയതുകൊണ്ട് ബാക്കി ഒരു വേണ്ടാത്ത തലമുറയെ നിങ്ങൾ ഉരുവാക്കുന്നു, ഒരു നല്ല തലമുറയെ ഉരുവാക്കാൻ ശ്രമിക്കുന്നു എന്നത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. ആമേൻ. നല്ല മാതാപിതാക്കളെ കിട്ടിയ കുഞ്ഞുങ്ങൾ ഒന്ന് ദൈവത്തിന് സ്തോത്രം പറ. സ്തോത്രം പറ കുഞ്ഞുങ്ങൾ. നല്ല മാതാപിതാക്കളെ കിട്ടിയ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. സ്തോത്രം. അശുദ്ധ വാക്കുകളും മദ്യപിച്ചിട്ട് വന്ന് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മാതാപിതാക്കളല്ല, പിതാക്കന്മാരല്ല. നിങ്ങൾ മാതൃകയായി, വീട്ടിലെ പുരോഹിതനായി, ദൈവ വ്യവസ്ഥകളെ പഠിപ്പിക്കുന്നവരായി, മാതൃകാ ജീവിതം കാണിക്കുന്നവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾ ഇട്ട അടിസ്ഥാനം ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത അടിസ്ഥാനമാണ്. ഈ സത്യവചനം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ ഇനി നിങ്ങൾ നശിക്കരുത്, ഇനി നിങ്ങൾ നശിക്കരുത്. ആമേൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. ഞാൻ തെറ്റിപ്പോയെന്ന് ഉണരുന്ന സഹോദരിമാർ, ഞാൻ തെറ്റിപ്പോയെന്ന് ഉണരുന്ന സഹോദരന്മാർ, ഒന്ന് പുതുക്കപ്പെടുവാൻ നിങ്ങളുടെ ഹൃദയത്തെ കൊടുത്ത് വലതുകരങ്ങളെ ഹൃദയഭാഗത്ത് വെച്ച് ഒരു പ്രാർത്ഥന നിർവഹിക്കാം. ഞാൻ തെറ്റിപ്പോയി ദൈവമേ, ഞാൻ തെറ്റിപ്പോയി ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ തലമുറ അത് നശിക്കുവാനിടയാകാതെ വണ്ണം. അമ്മമാർ പ്രസവിച്ച് വലിച്ചെറിഞ്ഞിട്ട് ആർക്കെങ്കിലും വളർത്താൻ കൊടുത്തിട്ട് പോകരുത്. ഒരു നല്ല തലമുറയെ അനുഗ്രഹമാക്കി എടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ദൈവവചനം, ആമേൻ, മനുഷ്യന്റെ ബ്രെയിൻ പ്ലെയിൻ ഒരു വെള്ള പേപ്പർ പോലെ. അതിലെന്താണ് പ്രോഗ്രാം ചെയ്യുന്നത്, ചെയ്യേണ്ടത് പ്രോഗ്രാം ചെയ്യുക. ഇതെല്ലാം 13 വയസ്സിനകത്ത് പ്രോഗ്രാം ചെയ്താകണം. കേട്ടല്ലോ? നിങ്ങൾക്കിന്ന് സൺഡേ സ്കൂളിൽ കുഞ്ഞിനെ ഇരുത്തി അല്പനേരം കൂടെ കാത്തിരിക്കാൻ മനസ്സില്ല. എപ്പോഴാശീർവാദം പറയുമോ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ ഓടണം. ചിക്കനോ മട്ടനോ ബീഫോ എടുത്തുണ്ടാക്കി തിന്ന് ഒന്ന് കിടക്കണം. ഇതാണോ നിന്റെ ലക്ഷ്യം? അതോ നിന്റെ തലമുറയ്ക്ക് ദൈവവചനം കൽപ്പിച്ച് അവരെ ശരിയായ രീതിയിൽ എടുക്കണം? അതാണോ നിങ്ങളുടെ താല്പര്യം? അതിനുവേണ്ടി നിങ്ങൾ എന്ത് വില കൊടുക്കുന്നു? എൻ്റെ ചിന്തയെ മാറ്റി കർത്താവിൻ്റെ ഹിതപ്രകാരം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തുവാൻ എനിക്ക് ജ്ഞാനം തരണമേ. അതിനായി സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ നിങ്ങളുടെ വലതുകരം തന്നെ നിങ്ങളുടെ തലമേൽ വെച്ചുകൊള്ളുക. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ വചനം വളരെ വ്യക്തമാണ്. ആമേൻ. കർത്താവ്, കേട്ടതിൽ ഒരു വ്യക്തി പോലും ആമേൻ തലമുറ നശിക്കുവാൻ ഇടവരാതെ വണ്ണം വ്യവസ്ഥാപിതമായി കുഞ്ഞുങ്ങളെ നടത്തുവാൻ, വളർത്തുവാൻ, ഹല്ലേലൂയ, ഒരിക്കലും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു തലമുറയായി അവർ വളർന്നു വരുവാൻ ഉത്തരവ്
ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുത്ത് ആമേൻ കർത്താവ് ചെയ്യുവാൻ എല്ലാ മാതാപിതാക്കളെയും സഹായിക്കണമേ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക, യേശപ്പാ ഞാൻ ദൈവവചന വ്യവസ്ഥയിൽ വളരണം, ലോകത്തിന് തന്നെ ഞാനൊരു അനുഗ്രഹമായി മാറണം. അനുസരണം കെട്ട മക്കളായിട്ടല്ല. 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു യേശു ക്രിസ്തുവെങ്കിൽ നീ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവോ? നമ്മുടെ കർത്താവ് കീഴ്പ്പെട്ടിരുന്നു. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നീ കീഴ്പ്പെടുന്നുവോ? മകളെ, നീ കീഴ്പ്പെടുന്നുവോ മാതാപിതാക്കൾക്ക്? യേശു കീഴ്പ്പെട്ടിരുന്നു. നമ്മുടെ മാതൃക യേശുവല്ലേ? നീ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുന്നുവോ? കുട്ടികളെ, നിങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുന്നുവോ? കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളെ അടയ്ക്കുക, യുവതിവാക്കൾ കണ്ണുകളെ അടയ്ക്കുക. ആമേൻ. യേശു കീഴ്പ്പെട്ടിരുന്നു. യേശു തായ് തകപ്പനുക്ക് 30ാമത് വയது വരെ കീഴ്പ്പടിந்திരുന്നാൾ. നീ കീഴ്പ്പടിந்திருக்கிறாയ? നീ കീഴ്പ്പടിതലുള്ള പിള്ളയാനാൽ നീ പെരിയ ആശീർവാദത്തെ പെற்றுകൊള്ളുവാൻ. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുപോലെ, തായ് തകപ്പനും പിള്ളകളും ഒരേപോലെ ആണ്ടവർ സമൂഹത്തിൽ ഒപ്പുകൊടുക്ക വേണ്ടിയ നേരം. அந்த 2 കരങ്ങളെ ഉയർത്തി കണ്ണുകളെ മൂടി எங்களை ஒப்புக்கொடுக்கிறோம் ஆண்டவரே. ஒரு ஆசீர்வதிக்கப்பட்ட தலைமுறையின் தாய் தகப்பனாக நாங்க மாற வேணும். பிள்ளைகள் சொல்லுங்க, ஒரு ஆசீர்வதிக்கப்பட்ட தலைமுறையாக நாங்க மாறணும் அப்பா. வசனத்தை கற்றுக்கொண்டு வசனத்துக்கு கீழ்ப்படிந்திருக்க எங்களுக்கு கிருபை தாருங்க. எஸ், ஆமென், ഹല്ലേലൂയ. ഒരു നിമിഷം ആ കൈകളെ താഴ്ത്തിയിടും. സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ജൂനിയർ സർവീസിനിരിക്കാതെ സിബബ് കുടിക്കാനെന്നും വാങ്ങിക്കൊടുക്കാനെന്നും ഈ റോഡിനപ്പുറത്ത് കൊണ്ടുപോയി അവിടെ സ്വീകരിച്ചിരിക്കുന്ന വീടുകൾക്ക് മുറിക്കകത്ത് കയറി ഇരുന്ന് തമാശ പറഞ്ഞ് കളിയടിക്കുന്ന കുറെ പയ്യന്മാരുണ്ട്. സിബബ് വാങ്ങരുത്, കാരണം കേരള നിരോധിച്ചിരിക്കുന്നു, വിഷാംശമുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടത്തില്ല, തമിഴ്നാടിൻ്റെ കയ്യിൽ കൊണ്ട്. ഒരൊറ്റ മാതാപിതാക്കളും ഈ വിഷത്തെ വാങ്ങിക്കൊടുക്കരുത് പിള്ളേർക്ക്. ഒരൊറ്റ പിള്ളേരും, പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരുവിധം ചെറുപ്പം പെൺപിള്ളേരും ഗ്രൂപ്പായിട്ട് റെയിൽവേ സ്റ്റേഷനിലോ ആ പാതയിൽ പോകുന്നു. ഇതെല്ലാം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാമറ ഉണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോയാലും കുറേ പേര് അങ്ങോട്ട് പോയിരുന്നു, കുറേ പേര് ചെന്നിരുന്ന് വാചകം അടിക്കുന്നു. അരുത്, കാമ്പൗണ്ടിനകത്ത് തന്നെ നിൽക്കണം, അത് കഴിഞ്ഞാൽ നേരെ വീടുകളിൽ തന്നെ പോകണം. സ്തോത്രം, ഹല്ലേലൂയ. ഒളിഞ്ഞും തിരിഞ്ഞും മുക്കിലും മൂലയിലും നിന്ന് കമൻ്റ് അടിക്കുക, സംസാരിക്കുക ഒന്നതും ദൈവസഭയ്ക്കും ദൈവമക്കൾക്ക് യോജിച്ചതല്ല. മുതിർന്നവർ മാതൃകയായിരിക്കണം. കാരണം ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ നമുക്ക് വേണം, രാജ്യത്തിന് വേണം. ബുദ്ധിശാലികളായ ദൈവത്താൽ ഉയർത്തപ്പെട്ടവർ വേണം. ദൈവരാജ്യത്തിന്റെ പൗരന്മാരായവർ വേണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ആമേൻ. ശരിയായി. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ആരാധനയ്ക്കിരിക്കുക, സൺഡേ സ്കൂളിലിരിക്കുക, ജൂനിയർ കൊയറിലിരിക്കുക.
അലയരുത്. ഈ കാമ്പൗണ്ടിനകത്ത് എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതുകൂടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രമെന്ന് പറയാമോ? എല്ലാവരും മാതൃന്ന് സ്തോത്രം പറയും. കർത്താവേ, സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുന്നു. കർത്താവ്, ലോകത്തിൽ ദൈവമേ ഉന്നതനാകുവാൻ, ജ്ഞാനവാനാകുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ, ലോകത്തിന് തന്നെ ആർക്കും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവരായി വളർന്നു വരുന്ന ഒരു തലമുറ ദൈവവചന അടിസ്ഥാനത്തിൽ ആമേൻ വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ ചെയ്യേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ ചെയ്യുവാൻ, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മാതൃകയായിരിക്കാൻ, കുഞ്ഞുങ്ങൾ അനുസരണയിൽ വളരുവാൻ, ദൈവവചനത്തിന് സ്ഥാനം കൊടുപ്പാൻ ദൈവം കൃപ നൽകണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇത്രയും വ്യക്തമായി വചനം പഠിപ്പിക്കുവാൻ നിന്റെ ദാസന് കൃപ നൽകിയതിനാൽ സ്തോത്രം. കർത്താവേ, ഇത് ഏറ്റെടുക്കട്ടെ. ഒരു വലിയ മാറ്റം ജനം അനുഭവിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കും. തൊഴുത് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും കൃപ ഉണ്ടാകട്ടെ. മടങ്ങിപ്പോകുന്നവർക്കായി പ്രാർത്ഥിക്കും. യാത്രയിൽ കൂടിയിരിക്കണം, വാഹനങ്ങളെ നിയന്ത്രിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുന്നു. തുടർന്നുള്ള എല്ലാ ആരാധനകളെയും അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രാർത്ഥന വിഷയങ്ങളോടും കടന്നു ദൈവരോട് തുറന്നുള്ള ശുശ്രൂഷങ്ങളുടെ ദാസൻ കുടുംബത്തോടും വരവരെ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം.